നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ക്രൈസ്തവ സമൂഹത്തെ ആകർഷിക്കാനുള്ള നയതന്ത്രവുമായി ഈ ക്രിസ്മസ് കാലത്തും BJP. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം നാളെ മുതൽ കേക്കും മോദിയുടെ ആശംസാ കാർഡുമായി ക്രൈസ്തവരുടെ വീടുകളിലെത്തും. സഭാ നേതൃത്വത്തെ മാത്രമല്ല സഭാ വിശ്വാസികളെയും കണ്ട് ബന്ധമുറപ്പിക്കലാണ് ലക്ഷ്യം. ഇന്നലെ ഡൽഹിയിൽ മന്ത്രി ജോർജ് കുര്യന്റെ വീട്ടിലെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി എത്തി. വിവിധ ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ, അൽമായ പ്രതിനിധികൾ ഇവരുമായി മോദി സൗഹൃദം പങ്കിടുമ്പോൾ തൃശൂരിലെ വിജയം മറ്റിടങ്ങളിലും ആവർത്തിക്കൽ ലക്ഷ്യമാകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ സ്നേഹയാത്ര BJPക്ക് ഗുണമാകുമോ, അതോ സൗഹൃദത്തിൽ ഒതുക്കുമോ ക്രൈസ്തവ സഭകൾ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. BJPയുടെ ക്രിസ്മസ് നയതന്ത്രം വിജയിക്കുമോ? പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ G. ഗോപകുമാർ, കോൺഗ്രസ് വക്താവ് ശ്രീ വസന്ത് തെങ്ങുംപള്ളി, BJPയെ പ്രതിനിധീകരിച്ച് ശ്രീ ജിജി ജോസഫ്, സീറോ മലബാർ സഭയുടെ അൽമായ ഫോറം സെക്രട്ടറി ശ്രീ ടോണി ചിറ്റിലപ്പിള്ളി എന്നിവരാണ് ചേരുന്നത്. ആദ്യം ഡോക്ടർ G. ഗോപകുമാർ, ഇത് കഴിഞ്ഞ ഈസ്റ്റർ ക്രിസ്മസ് കാലത്തുമൊക്കെ കണ്ടതാണ്. ക്രൈസ്തവ സഭകളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി BJPയുടെ നയതന്ത്രം എന്ന് തന്നെ ഇതിനെ പറയാം. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് രംഗത്തിറങ്ങുകയും ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരുമായി സ്നേഹം പങ്കിടുകയും ചെയ്യുന്നത്. ഇത്തവണയും അങ്ങനെ തന്നെയാണ്. ഇന്നലെ ഡൽഹിയിൽ കണ്ടു, മന്ത്രി ജോർജ് കുര്യന്റെ വീട്ടിലെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നേരിട്ടെത്തി. അവിടെ കർദിനാൾ ആലഞ്ചേരി ഉണ്ടായിരുന്നു, സഭാ നേതൃത്വം, മറ്റു സഭകളുടെ നേതൃത്വത്തിലുള്ളവർ ഉണ്ടായിരുന്നു, അൽമായ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. നാളെ മുതൽ BJP നേരിട്ട് കേരളത്തിൽ ഇറങ്ങുകയാണ്. ക്രൈസ്തവ സഭാംഗങ്ങളുടെ വീട്ടിലെത്തി കേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസാ കാർഡും കൈമാറുകയാണ് ലക്ഷ്യം. എല്ലാവർക്കും അറിയാമല്ലോ ഇതിന് പിന്നിലുള്ള അജണ്ട എന്താണെന്ന്. അത് വിജയം കാണുമോ? ക്രൈസ്തവ സമൂഹത്തെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുവാൻ തുടർച്ചയായി നടത്തുന്ന ഈ ഉദ്യമങ്ങൾ അത് വിജയം കാണുമോ? ഈ നീക്കങ്ങൾ BJPക്ക് നല്ലത് തന്നെയാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. പക്ഷേ ഇത് നയതന്ത്രം, അങ്ങോട്ടും ഇങ്ങോട്ടും നയതന്ത്രം മാത്രമായാൽ അതുകൊണ്ട് വലിയ പുരോഗതി ഉണ്ടാവില്ല. നാളിതുവരെ കണ്ടത് സഭാ നേതൃത്വം BJPയോട് ചില വലിയൊരു ഭാഗം അനുനയത്തിലും നയതന്ത്രത്തിലുമൊക്കെ വിശ്വസിക്കുകയും ചേരുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഭരണമുള്ള പാർട്ടി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ക്രൈസ്തവ സഭാ നേതൃത്വം BJPയെ പോയി കാണുന്നതിൽ ഒരു തൊട്ടുകൂടായ്മയൊന്നും കണ്ടിട്ടില്ല. പക്ഷേ അതേപോലെ സഭാ വിശ്വാസികളുടെ ഇടയിൽ അത് എത്രത്തോളം വളരുന്നു എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. നമ്മൾ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നോക്കിയാൽ തൃശ്ശൂരിൽ അത് ഗുണം ചെയ്തു എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാം. അതിന് വേണ്ട ജോലി സുരേഷ് ഗോപി കൂടുതലായി എടുത്തതിൻ്റെയും കൂടെ ഫലമാണ് അതിൻ്റെ മെച്ചമുണ്ടായത്. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ചില മേഖലകളിൽ രാജീവ് ചന്ദ്രശേഖരന് ഗുണം കിട്ടിയിരിക്കാം. അതിനപ്പുറം ഇത് വലിയ രീതിയിലേക്ക് വന്നിട്ടില്ല. ഇതൊരു നയതന്ത്രം എന്നുള്ളതിനോടൊപ്പം അതിന് സഭാവിശ്വാസികളോട് എത്തണമെങ്കിൽ വാസ്തവത്തിൽ നല്ലൊരു കാര്യമാണ്. കാരണം ഹിന്ദുമത വിശ്വാസത്തിലുള്ളവരെ മാത്രം കയ്യിലെടുത്തുകൊണ്ട് ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകുന്നത് ശരിയല്ല. കുറച്ചുകൂടി ഒരു മതേതര സ്വഭാവവും ഇൻക്ലൂസീവ് സ്വഭാവവും കൊണ്ടുവരുന്നത് നല്ലത് തന്നെയാണ്. ആ നിലയ്ക്ക് ആ ഉദ്യമത്തെ അഭിനന്ദിക്കുകയാണ്. പക്ഷെ അത് ഫലം കാണണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ BJPയുടെ ലീഡർഷിപ്പിൽ വിശ്വാസം മറ്റുള്ളവർക്ക് വരണം. ആ ലീഡർഷിപ്പിൻ്റെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്, കോൺഫിഡൻസും ട്രസ്റ്റും ഉണ്ടായാൽ മാത്രമേ അതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ഈ ചെറിയ പൊട്ടുതൊട്ടുള്ള വേലകളൊന്നും കൊണ്ട് മാത്രം ഇത് വിജയിക്കില്ല. പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പ് വഴക്കും നേതാക്കന്മാർ തമ്മിൽ അഭിപ്രായങ്ങൾ പറഞ്ഞ് അതിൻ്റെ ഭിന്നതയിലേക്ക് എത്തുന്നതും, പിന്നെ ചില സമയത്ത് മാധ്യമ ലോകത്തുമായി സുരേഷ് ഗോപി പലപ്പോഴും തട്ടിക്കയറുന്നതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ നേതൃത്വത്തിനെക്കുറിച്ച് ആക്ഷേപം പൊതുവിലുണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും ഒടുവിൽ രൂക്ഷമായിട്ട് പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഗണ്യമായ സംഭാവന അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ നിന്ന് വന്നു എന്ന് നമുക്കറിയാം. ചില CSDSൻ്റെ സർവേയിലൊക്കെ അത് കണ്ടിട്ടുണ്ട്. ഈഴവ സമുദായത്തിൽ 35% പേര് BJPക്ക് വോട്ട് ചെയ്തു എന്നുള്ളത്. അല്ലെങ്കിൽ പരമ്പരാഗതമായി അവർ വലിയൊരു ഭാഗം കമ്മ്യൂണിസ്റ്റ് അനുഭാവികളാണ്. അപ്പോൾ ഇതേപോലെ മറ്റു ഭാഗത്തിൽ നിന്ന് വരണമെങ്കിൽ അതനുസരിച്ചുള്ള പ്രവർത്തനം വേണം. ഈ പ്രവർത്തനം എന്ന് പറയുന്നത് അവരുടെ ദേശീയ കാഴ്ചപ്പാടിനൊപ്പം തന്നെ മറ്റ് സമുദായ അംഗങ്ങളെയൊക്കെ എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി എനിക്കിവിടെ പറയാനുള്ളത്, ഈ സമുദായ നേതൃത്വവുമായി മാത്രം ഈ അടുപ്പം കൊണ്ട് കാര്യമില്ല BJPക്ക്. കൂടുതൽ സഭാവിശ്വാസികളിലേക്ക് എത്തണം. നമുക്കറിയാം ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് 16-17 ഫാക്ഷൻസായിട്ട് പല തട്ടി നിൽക്കുന്നവരാണ്.
ഇപ്പോൾ തന്നെ BJP ആയിട്ട് അടുത്ത് നിൽക്കുന്ന 1-2 ഫാക്ഷൻസേ ഉള്ളൂ. ബാക്കിയുള്ള സഭകളൊന്നും അത്ര അടുത്ത് വന്നിട്ടില്ല. അപ്പോൾ ക്രൈസ്തവ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളണമല്ലോ. ക്രിസ്മസുമായി സ്നേഹ സന്ദർശനം നടത്തുമ്പോൾ എല്ലാ ഫാക്ഷൻസ് എല്ലാ സഭകളുമായിട്ടും ചെല്ലണം. കേരളത്തിലെ സഭകളുടെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് താനും, രാഷ്ട്രീയത്തിൽ സംഭാവനകൾ ചെയ്തിട്ടുമുണ്ട്. അവർക്ക് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് അഭിപ്രായമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ സഭാ നേതൃത്വത്തിനപ്പുറം സഭാ വിശ്വാസികളോടും കൂടി കടന്നെത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമുണ്ടാകണം. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവുകയുള്ളൂ. ആദ്യം പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. കാരണം ലീഡർഷിപ്പ് നല്ല രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ BJP അടുത്ത് ആൾക്കാർക്ക് ആ വിശ്വാസവും ക്രെഡിബിലിറ്റി ഉണ്ടാവില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് മോദിക്ക് കൂടി കിട്ടിയ അംഗീകാരമാണ് 20% എത്തിയതെന്ന് മറക്കാതിരിക്കണം. ശരി, ശ്രീ ടോണി ചിറ്റലപ്പള്ളി, നിങ്ങൾ എങ്ങനെയാണ് ഈ BJPയുടെ വീണ്ടും ക്രൈസ്തവ സഭാ നേതൃത്വവുമായിട്ട് സൗഹൃദം പങ്കിടുന്നതിന് വേണ്ടി ക്രിസ്മസിന് ഭവന സന്ദർശനം നടത്തുവാനും അതുപോലെ തന്നെ മോദിയുടെ ആശംസ കാർഡുമായിട്ട് വരുന്നതിനെയും കാണുന്നത്? ഇത് സ്വാഭാവികമായിട്ടും BJP ഒരു രാഷ്ട്രീയ ലക്ഷ്യം അതിന് പിന്നിൽ വെച്ചിട്ടുണ്ട്. അതവർ തുറന്നു പറയുന്നതിലും പലപ്പോഴും BJP നേതാക്കൾക്ക് മടി ഉണ്ടാകാറില്ല. ക്രൈസ്തവ സഭയുടെയും അതുപോലെ തന്നെ ക്രൈസ്തവ വിശ്വാസികളുടെയും പിന്തുണ BJPക്ക് ആവശ്യമാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. അതിൽ സഭാ നേതൃത്വം BJPയോട് അടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കാറില്ല. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിക്കാറുമുണ്ട്. ഇന്നലെ ജോർജ് കുര്യന്റെ വീട്ടിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തിയതും ആ സൗഹൃദം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഇവിടെ ഡോക്ടർ ജി ഗോപകുമാർ സൂചിപ്പിച്ച 2 കാര്യങ്ങളുണ്ട്. സഭാ വിശ്വാസികൾ ഇതിനൊത്ത് നീങ്ങണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധമില്ല. പിന്നെ കേരളത്തിലെ BJP നേതൃത്വത്തെ സഭയ്ക്ക് അത്ര കണ്ട് വിശ്വാസമില്ല. പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത്, ഇതിൽ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല ഉണ്ടാകാറുള്ളത്. പലപ്പോഴും അതിൽ നിന്ന് തെന്നിമാറിയുള്ള കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട് BJPയുടെ ഭാഗത്ത് നിന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. ഇങ്ങനെയാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഞാനിവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം വളരെ ഒരു ക്രെഡിബിലിറ്റി, ഒരു വിശ്വാസ്യതയുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഇത് ആദ്യമായിട്ടൊന്നുമല്ല വിരുന്ന് നൽകുന്നത്. അദ്ദേഹം നിരവധി സന്ദർഭങ്ങളിൽ ക്രൈസ്തവ നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ട്, വിരുന്ന് നൽകിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ക്രൈസ്തവരോടുള്ള ഒരു സ്നേഹമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ ശ്രീ ജോർജ് കുര്യനെ ഒരു പ്രധാനപ്പെട്ട മന്ത്രാലയം ഏൽപ്പിച്ച് ക്രൈസ്തവരുടെ വിശ്വാസ്യത എടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ വിജയമായി തന്നെ നമ്മൾ കാണണം, തീർച്ചയായിട്ടും. അതുപോലെ നമുക്കറിയാം, അദ്ദേഹം തൃശ്ശൂര് 2-3 തവണ സന്ദർശിക്കുകയുണ്ടായി. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവിടെ ലോകസഭാ മണ്ഡലത്തില് ശ്രീ സുരേഷ് ഗോപി വിജയിച്ചു. അതും ഒരു ക്രൈസ്തവർക്ക് കൂടുതൽ ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് തൃശ്ശൂര് ഒരു ലോകസഭാ മണ്ഡലം ക്രൈസ്തവരെ തന്നെ ഒരു കോട്ട എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു നിസ്സാര കാര്യമായിട്ട് നമുക്ക് തള്ളാൻ പറ്റില്ല. തീർച്ചയായിട്ടും ശ്രീ മോദിജി ഒരു വിശ്വാസ്യതയുള്ള നേതാവാണ്. അദ്ദേഹം വിളിക്കുമ്പോൾ ക്രൈസ്തവ നേതാക്കന്മാർ പോകും. അത് അദ്ദേഹം ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വിജയിച്ച ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹം ഒരു വിരുന്നിൽ ക്ഷണിക്കുമ്പോൾ പോകാതിരിക്കുക എന്നത് ഒരിക്കലും അതൊരു മര്യാദകേടാണ്. അത് പോകുക തന്നെ വേണം. അത് പോയിട്ടുണ്ട്. ഇനി നമുക്കറിയാം, പല പാർട്ടികൾക്കും, കോൺഗ്രസിനുണ്ട്, കമ്മ്യൂണിസ്റ്റിനുണ്ട്, ജനതാദളുണ്ട്, എല്ലാ പാർട്ടികൾക്കും അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്, മാർഗങ്ങളുണ്ട്. ഇവിടെ BJP നമുക്കറിയാം, BJP എന്താണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ക്രൈസ്തവരുടെ വിശ്വാസ്യത എടുക്കുവാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഒരു തെറ്റ് പറയാൻ പറ്റില്ല. അതുപോലെ നമുക്കറിയാം. പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്, കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ പാർട്ടികൾ എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ക്രൈസ്തവർ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ്. ഇപ്പോൾ നമുക്കറിയാം, പല സമയത്തും ഞാൻ BJPയെ അടച്ചാക്ഷേപിക്കുകയില്ല. വടക്കേ ഇന്ത്യയിൽ നിരവധി ആക്രമണങ്ങൾ ക്രിസ്മസ് കാലത്തും ക്രൈസ്തവർ അവർ നേരിടുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട പരമാർത്ഥമാണ്. എനിക്ക് തോന്നുന്നത് BJP നേതാക്കന്മാര്, BJP ഗവൺമെന്റ് അത് വളരെയധികം ഗൗരവത്തോടെ വീക്ഷിക്കണം. കാരണം ക്രൈസ്തവരുടെ നേരെയുള്ള ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്മസ് കാലത്ത്, അതുപോലെ വടക്കേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ വരുന്ന ആക്രമണങ്ങൾ, കേരളത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷം മുമ്പ് കാസർഗോഡ് ഒരു പുൽക്കൂടി വലിച്ചെറിഞ്ഞു. അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദന ഉളവാക്കുന്ന കാര്യമാണ്. അത് BJP മാത്രമല്ല, അത് കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്.
അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ക്രൈസ്തവരുടെ വിശ്വാസ്യത നേടിയെടുക്കണമെങ്കിൽ ക്രൈസ്തവരെ വിശ്വാസത്തിലെടുക്കുവാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യണം. അപ്പോൾ ഈ കേക്ക് ആശംസാ കാർഡുമായിട്ട് വരുന്ന ബി.ജെ.പി. വിശ്വാസത്തിലെടുക്കാൻ കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികൾക്ക്, ഞാൻ സഭാ നേതൃത്വത്തിന്റെ കാര്യമല്ല ചോദിക്കുന്നത്, വിശ്വാസികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ശ്രീ ടോണി ചിറ്റലപ്പള്ളി? കഴിഞ്ഞ കാലങ്ങളിലും കേക്കുമായിട്ട് അത് അവരുടെ ഒരു പ്രത്യേക പാർട്ടിയുടെ ഒരു നയമാണ്. അവർ ക്രിസ്മസ് കാലത്ത് ഒരു വീടുകളിലേക്ക് വരുന്നു, അത് നമ്മൾ ആരും തടയുന്നില്ല, അത് അവർക്ക് ചെയ്യാം. പക്ഷേ അത് രാഷ്ട്രീയ ചോക്കലർത്തി അത് ഇതിനാണ് അവർ വരുന്നത് പറയാൻ എനിക്ക് യോജിപ്പില്ല. കാരണം അവർ പലതരത്തിലുള്ള തന്ത്രങ്ങൾ, അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അവർക്ക് നേടാൻ ഉണ്ടായിരിക്കും. അതിപ്പോൾ കോൺഗ്രസ് ചെയ്യും. നമുക്കറിയാം, കോൺഗ്രസ് നേതാക്കന്മാര് ആരവനകൾ കയറി ഇറങ്ങുന്നുണ്ട്, ബിഷപ്പ്മാരെ കാണുന്നുണ്ട്, അതുപോലെ കമ്മ്യൂണിസ്റ്റുകാർ കാണുന്നുണ്ട്. അതൊന്നും നമുക്ക് അവരൊന്നും നമ്മൾ വില കുറഞ്ഞൊരു കാര്യമായിട്ട് കാണുന്നില്ല. പ്രത്യേകിച്ച് ക്രിസ്മസ് കാലത്ത് ക്രൈസ്തവരെ കാണുവാനായിട്ട് വരുന്നു, അവരെ വിഷ് ചെയ്യാനായിട്ട് വരുന്നു. അത് നല്ല കാര്യമല്ലേ? നമ്മൾ എന്തിനാണ് അതിന് വെറുക്കുന്നത്? ഞാൻ സ്വാഗതം ചെയ്യുന്നു, നല്ല കാര്യമാണ്. ക്രൈസ്തവരെ സ്നേഹിക്കുന്നു. പക്ഷേ ഇത് കേരളത്തിൽ, പ്രത്യേകിച്ച് വടക്കേന്ത്യയിലെല്ലാം ഇങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ ദുഃഖത്തിന്റെ കാലത്ത്, ഒരു ക്രൈസ്തവര് പീഡ അനുഭവിക്കുന്ന കാലത്തും ഇതുപോലുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ഐക്യം, സഹകരണം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് തീർച്ചയായിട്ടും അത് ബി.ജെ.പി. ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് പൊടുതിനെ വരുന്നു, അല്ലെങ്കിൽ ക്രിസ്മസിന്റെ കാലത്ത് പൊടുതിനെ വരുന്നു, അത് കഴിഞ്ഞാൽ അവരെ കാണുന്നില്ല. ആ ഒരു നിലയ്ക്കല്ല. അതായത് ക്രൈസ്തവരുടെ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് ക്രിസ്തുമസ്. അത് യേശുദേവന്റെ, ക്രിസ്തുവിന്റെ ജനന തിരുനാളാണ്. തീർച്ചയായിട്ടും ക്രൈസ്തവർക്ക് അത് അഭിമാനിക്കാവുന്ന ഒരു തിരുനാളാണ്. അതിനുവേണ്ടി അവരുടെ ക്രൈസ്തവരുടെ വീടുകളിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി കടന്നു വരും. നമ്മൾ എന്തിനാണ് അതിനെ എതിർക്കുന്നത്? ശരി, ശ്രീ വസന്ത് തെങ്ങുംപള്ളി, നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ ക്രൈസ്തവ സഭാ നേതൃത്വത്തിന് ഈസ്റ്റർ വിരുന്നും ക്രിസ്മസ് വിരുന്നും നൽകിയ സമയത്ത് നിങ്ങൾ അത് അവിടെ പോയി മധുരം നുണയേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് സഭാ നേതൃത്വങ്ങളോട് ചോദിച്ചതാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെയായിരുന്നു ബി.ജെ.പി. ക്രൈസ്തവ വീടുകൾ സന്ദർശിച്ചതും സഭാ നേതൃത്വത്തെ സന്ദർശിച്ചതും കേരളത്തിൽ. അത് ഇത്തവണയും അവർ ആവർത്തിക്കുകയാണ്. ഭവന സന്ദർശനങ്ങളാണ്. മോദിയുടെ ആശംസാ കാർഡും കേക്കുമായിട്ട് ഭവന സന്ദർശനം തുടങ്ങാൻ പോവുകയാണ് ഈ അവധിക്കാലത്ത്. ഈ ക്രിസ്മസ് സമയത്ത് തന്നെയാണ്. പുതുവർഷ ദിവസം വരെ അത് തുടരുകയും ചെയ്യും. മിക്കവാറും നാളെ തന്നെ അത് തുടങ്ങുമെന്നാണ് ബി.ജെ.പിയുടെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനെ നിങ്ങൾ എതിർക്കുന്നുണ്ടോ ഇത്തവണ? അതെന്താണ് അതിന് പിന്നിലുള്ള ലക്ഷ്യം എന്നുള്ള ഒരു രാഷ്ട്രീയം അത് നിങ്ങൾ എന്തായാലും ചൂണ്ടിക്കാണിക്കുമല്ലോ. പക്ഷേ ഇവിടെ സഭയുടെ തന്നെ പ്രതിനിധിയാണ്, സഭയിലെ അൽമായരുടെ ഫോറത്തിന്റെ സെക്രട്ടറിയാണ്, സീറോ മലബാർ സഭയുടെ അൽമായ ഫോറത്തിന്റെ സെക്രട്ടറിയായ ടോണി ചിറ്റലപ്പള്ളി തന്നെ പറയുകയാണ്, അതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല. ബി.ജെ.പി. നേതാക്കളും പ്രവർത്തകരും വീടുകളിൽ വരട്ടെ, ക്രൈസ്തവ വീടുകളിൽ വരട്ടെ, അവർ ഞങ്ങളോടൊപ്പം ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കുചേരട്ടെ, ഒരു എതിർപ്പും ഇല്ല എന്ന്. അതോടൊപ്പം തന്നെ അവർ എതിർക്കുമ്പോൾ അവർ എല്ലാവരുടെയും കാര്യം പറയുന്നുമുണ്ട്. ക്രൈസ്തവ വിശ്വാസികളോട് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന കാര്യങ്ങൾ. ശ്രീ മഞ്ജുഷ്, അപ്പൊ അദ്ദേഹം മാത്രമല്ലല്ലോ സീറോ മലബാർ സഭയുടെ ഭാഗം, അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസി. ഞാനും സീറോ മലബാർ സഭയിൽ വിശ്വസിക്കുന്ന, അതിന്റെ യുവജന പ്രസ്ഥാനത്തിലൊക്കെ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഒരാളാണ്. നോക്കൂ, ബി.ജെ.പി. അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടന ക്രിസ്ത്യൻ വീടുകളിലേക്ക് കടന്നു വരണമെന്നോ അവർ കേക്കുമായി വരണമെന്നോ ആരും പറയുന്നില്ല. അരമണകൾ കയറി ഇറങ്ങുന്നില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. കയറി ഇറങ്ങുന്നത് തെറ്റില്ലെന്നേ, ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ അരമനകളിലേക്ക് വരുമ്പോൾ ബി.ജെ.പി. നേതൃത്വത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ക്രിസ്ത്യൻ സഭാ നേതൃത്വം തയ്യാറാവണം. ആ ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസ് 18 അടക്കം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പാർലമെന്റിലെ എം.പിയുടെ പേര് പ്രതാപ് ചന്ദ്ര സാരംഗി എന്നാണല്ലോ. ആരായിരുന്നു അദ്ദേഹം? അദ്ദേഹം കഴിഞ്ഞ ദിവസം വിവാദങ്ങളിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിന് ഒരു മുൻകാല ചരിത്രമുണ്ട്. ഒരു ക്രിസ്ത്യൻ മിഷണറി ആയിരുന്ന ഗ്രഹാം സ്ട്രെയിൻസിനെയും അദ്ദേഹത്തിന്റെ 2 മക്കൾ ഫിലിപ്പീൻ തിമോത്തിയെയും തീ വെച്ച് ചുട്ടുകൊന്ന സമയത്ത് അന്ന് ബജരംഗി ദളിന് നേതൃത്വം കൊടുത്ത, പ്രതി ചേർക്കപ്പെട്ട, അന്ന് ആഹ്വാനം കൊടുക്കപ്പെട്ടു എന്ന് അന്നത്തെ പോലീസ് സംവിധാനം മുഴുവൻ ഒറ്റ വാക്കിൽ പറഞ്ഞ നേതാവാണ് ഈ സാരംഗി. ആ സാരംഗിയെ പിന്നീട് ബി.ജെ.പി. എം.പി. ആക്കി, മന്ത്രിയാക്കിയ ശേഷം മതിവരാതെ ഇതാ ഈ ടൈമിലും എം.പി. ആക്കിയിട്ടുണ്ട്. അതൊന്ന് ചോദിക്കണം ഈ വരുന്ന ബി.ജെ.പി. നേതൃത്വത്തോട്. നിങ്ങളുടെ നിലപാട് രാജ്യത്തുടനീളം ക്രിസ്ത്യാനികൾ ഇങ്ങനെ ഭീഷണി നേരിടുമ്പോ, ഇങ്ങനെ വലിയ പ്രതിസന്ധികളെ നേരിടുമ്പോ എന്താണ് അതിൽ ബി.ജെ.പി. കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പിയുടെ നിലപാട് എന്ന് ചോദിക്കണം. ഇപ്പൊ ചിലപ്പോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ പറയും, ഇത് പണ്ടത്തെ കാര്യമല്ലേ, എന്നാ പുതിയ കാര്യങ്ങൾ പറയാം. ഛത്തീസ്ഗഡിൽ ബസ്തർ ജില്ല 400 ആദിവാസി കുടുംബങ്ങളുണ്ട് ശ്രീ മഞ്ജുഷ്. അവിടെ ആ 400 ആദിവാസി കുടുംബങ്ങളോടും നിങ്ങൾ ഒന്നെങ്കിൽ ഹർവാപ്പസിക്ക് വിധേയരായിക്കോണം. ഈ ആദിവാസി കുടുംബങ്ങൾ മുഴുവൻ ക്രിസ്തീയ വിശ്വാസികളാണ്. ഒന്നെങ്കിൽ നിങ്ങൾ ഹർവാപ്പസിക്ക് വിധേയരായിക്കോണം, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടം വിട്ടു പോകണമെന്ന് പറഞ്ഞ് അവരുടെ വീടുകളിലേക്ക്, അവർ വീടെന്നൊന്നും പറയാനില്ല കേട്ടോ, കുടിലുകളാണ്,
അവരുടെ കുടിലുകളിലേക്ക് ഈ പറയുന്ന സംഘപരിവാർ തീവ്രവാദികൾ എന്ന് തന്നെ ഞാൻ പറയും, സംഘപരിവാർ തീവ്രവാദികൾ അഴിഞ്ഞാടാൻ ചെന്നു കഴിഞ്ഞ ആഴ്ച. അവർ കേസ് കൊടുക്കാൻ വേണ്ടി അവിടുത്തെ സ്ഥലം SHOയെ സമീപിക്കുന്നു. സ്ഥലം SHO പറയുന്നു നമുക്ക് കേസെടുക്കാം, തൽക്കാലം നിങ്ങൾ മടങ്ങി പോകുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു വിടുന്നു. അവർ വീട്ടിൽ വരുന്നതിന് മുമ്പ് അന്യായമായി ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്ഥലം കയ്യേറി വീട് വെച്ചു എന്ന പേരിൽ അവരെ ഈ സർക്കാർ പ്രതിയേർത്തു. അവർ കൊണ്ടുപോയി കൊടുത്ത കേസുണ്ടല്ലോ, ഞങ്ങളുടെ വീടുകളിലേക്ക്, ഞങ്ങളുടെ കുടിലുകളിലേക്ക് സംഘപരിവാർ തീവ്രവാദികൾ കടന്നു വന്ന് മതം മാറണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്ന പേരിൽ അവർ കൊടുത്ത പരാതിയുടെ പേരിൽ സർക്കാർ പേപ്പറിൽ ഒരു FIR ഇടാൻ പോലും ഛത്തീസ്ഗഡ് ഗവൺമെന്റ് തയ്യാറായില്ല. ഭരിക്കുന്നത് BJP ആണ്. പക്ഷേ അവർ പരാതി കൊടുത്ത് തിരിച്ചു മടങ്ങി വീട്ടിലെത്തുന്നതിന് മുമ്പ് അതേ ഗവൺമെന്റ്, അതേ സർക്കാർ അവർക്കെതിരെ കേസെടുത്തു. ഇനി രണ്ടാമത് മറ്റൊരു സംസ്ഥാനമുണ്ട്, മധ്യപ്രദേശ്. ആരാണ് ഭരിക്കുന്നത്? BJP അല്ലേ? മധ്യപ്രദേശിലെ സ്കൂളുകളിൽ പുതിയ ഹത്വ വന്നിരിക്കുകയാണ്. ഏത് സ്കൂളുകളിലാണെന്ന് അറിയാമോ? ഗവൺമെന്റ് സ്കൂളുകളിൽ വരുന്നതിൽ പ്രശ്നമില്ല, കാര്യം സെക്യുലർ സ്കൂളുകളാണല്ലോ. പക്ഷെ സെക്യുലർ സ്കൂളുകളിൽ പോലും നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ലേ? ശ്രീ മഞ്ജുഷ്, എന്റെയും അങ്ങയുടെയും ഒക്കെ സ്കൂൾ കാലഘട്ടത്തിൽ ക്രിസ്മസ്, വിഷു, ഓണം, ബക്രീദ് ഇതൊക്കെ നമ്മൾ ഒരുമിച്ചല്ലേ ആഘോഷിച്ചത്? നമ്മുടെ പേര് മഞ്ജുഷ് എന്നാണോ, വസന്ത് സിറിയക്ക് എന്നാണോ, മുഹമ്മദ് എന്നാണോ എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ മധ്യപ്രദേശിലെ സ്വകാര്യ സ്കൂളുകളിൽ, ആ സ്വകാര്യ സ്കൂളുകളിൽ കൂടുതലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ്. ആ സ്കൂളുകളിൽ ഒരു ഹത്വ പുറപ്പെടുവിക്കുകയാണ് അവിടുത്തെ ഗവൺമെന്റ്. എന്താണെന്നറിയാമോ? ക്രിസ്തുമസ് ആഘോഷം പാടില്ല. ക്രിസ്തുമസ് ആഘോഷം പാടില്ല എന്ന് മാത്രമല്ല, അവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളായ കുട്ടികളെ ആരെയും അതിൽ പങ്കെടുപ്പിക്കാനേ പാടില്ല. അങ്ങനെ പങ്കെടുപ്പിച്ചാൽ മതപരിവർത്തന നിയമത്തിന്റെ പരിധിയിലേക്ക് നിങ്ങൾ വരികയും ആ വിദ്യാർത്ഥികളുടെ പേരൻസ്, അവരുടെ രക്ഷകർത്താക്കൾ പറയുകയാണ് ഞങ്ങളുടെ അനുവാദത്തോടു കൂടി അല്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും സ്കൂളും മാനേജ്മെന്റും പൂട്ടേണ്ടതായി വരും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ചിലപ്പോൾ ഇതൊരു ടെക്നിക്കൽ ഇഷ്യൂ അല്ലേ, ഗവൺമെന്റിന്റെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. കാര്യം ഉത്തർപ്രദേശിലെ അലഹബാദ് ജില്ലയിൽ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് അലഹബാദ് രൂപതയുടെ സോഷ്യൽ കൺവെയിൻ ഡയറക്ടർ കൂടിയായ ഫാദർ ബാബു സെബാസ്റ്റ്യൻ 83 ദിവസമാണ് ജയിലിൽ കടന്നത്. ഈ വർഷം മോദി 3ാം ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ 83 ദിവസം മതപരിവർത്തനമായിരുന്നു ആരോപണം. അങ്ങനെ ഇതാ ഈ വർഷം മോദി 3ാം ഗവൺമെന്റ് വന്നതിന് ശേഷം മാത്രം ഈ രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ ഉയർന്നു വരുന്ന മതപീഡനങ്ങൾ എത്രത്തോളമാണ്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഒരു ഇന്റർനാഷണൽ ഫോറമാണ്. അവർ പറയുന്നത് പ്രകാരം ഈ വർഷം ജനുവരി 1 മുതൽ, അടുത്ത ജനുവരിയിലേക്ക് എത്തിയാണ്, ഈ വർഷം ജനുവരി 1 മുതൽ നവംബർ 30 വരെയുള്ള ദിവസങ്ങളിൽ ഈ രാജ്യത്ത് 2% മാത്രം വരുന്ന ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പീഡനങ്ങൾ 743. അതിൽ 65% ഭരിക്കുന്ന സർക്കാരുമായി ബന്ധപ്പെട്ടോ അവിടുത്തെ പാർട്ടികളുമായി ബന്ധപ്പെട്ടോ ഉള്ള സംഘടനകളുടെ നേതൃത്വത്തിലാണ്. അതായത് കഴിഞ്ഞ തവണ ഈസ്റ്റർ ക്രിസ്മസ് വിരുന്നൊരുക്കിയ ആ സമയത്ത് മണിപ്പൂർ വിഷയം വലിയ രീതിയിൽ സജീവമായി നിന്നിരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്താണ് ക്രൈസ്തവ സഭാ നേതൃത്വം, അത് കർദിനാൾമാർ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആതിഥ്യം സ്വീകരിച്ചത്. ഇപ്പോൾ ഇവിടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വീട്ടിലെ ആ ദൃശ്യങ്ങൾ കണ്ടു നോക്കുമ്പോൾ അതിലും സഭാ നേതൃത്വം മുഴുവനായിട്ടുമുണ്ട്. കർദിനാൾ വരെയുണ്ട്, ആലഞ്ചേരി പിതാവ് പോലും അവിടെ പങ്കെടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, അവിടെ ഡൽഹിയിലെ തന്നെ വിവിധ പള്ളികളിലെ പ്രതിനിധികൾ വന്നിട്ടുണ്ട്, അൽമായ പ്രതിനിധികൾ വന്നിട്ടുണ്ട്, കേരളത്തിലെ തന്നെ മറ്റ് സഭകളുടെ അധ്യക്ഷന്മാർ അവിടെ പോയിട്ടുണ്ട് ജോർജ് കുര്യന്റെ വീട്ടിൽ. അത് പ്രധാനമന്ത്രി വരുന്നത് കൊണ്ട് തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തന്നെ, ഈ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് തന്നെ കേരളത്തിൽ നിന്ന് പോയ സഭാ നേതൃത്വത്തിന്റെ പ്രതിനിധികളാണ്. അപ്പോൾ താങ്കൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇത്രയും അക്രമങ്ങൾ നടക്കുന്ന സമയത്ത് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണല്ലോ. അതുപോലെ തന്നെ BJPയുടെ നേതാക്കളും പ്രവർത്തകരും കേരളത്തിൽ കേക്കും അതുപോലെ തന്നെ മോദിയുടെ ആശംസാ കാർഡുമായിട്ട് വരുമ്പോൾ അത് സ്വീകരിക്കുന്നതിന് മുൻപ് ഈ ചോദ്യങ്ങൾ ചോദിക്കണം എന്നാണല്ലോ. പക്ഷേ കഴിഞ്ഞ തവണ ഈ മണിപ്പൂർ സംഭവം ഇത്രമാത്രം കത്തി നിന്ന ആ സമയത്ത് പോലും അത്തരം ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ്. അല്ല മഞ്ജുഷ്, നോക്കൂ, സഭാ നേതൃത്വത്തെ സംബന്ധിച്ച് അവരവിടെ പങ്കെടുക്കുന്നതിൽ യാതൊരു വിമർശനവും കോൺഗ്രസിനില്ല, വ്യക്തിപരമായി എനിക്കുമില്ല. കാര്യം രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനമന്ത്രി, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി, അദ്ദേഹം പാലായിൽ നിന്നുള്ള ഒരു അംഗമാണ്. അങ്ങനെയുള്ള ഒരാൾ വിളിച്ചു ചേർക്കുന്ന ക്രിസ്മസ് വിരുന്നിൽ സഭാ നേതൃത്വം പങ്കെടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അങ്ങനെ പങ്കെടുക്കുമ്പോൾ ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് എന്ന് പറയുന്ന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രിയോടും അവിടെ വരുന്ന പ്രധാനമന്ത്രിയോടും പറയണം, ഇതാ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ, നിങ്ങളുടെ തന്നെ ഭാഷയിൽ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ 2% മാത്രമേ രാജ്യത്തുള്ള
ക്രിസ്ത്യാനികൾ നേരിടുന്ന ഭീഷണി, നേരിടുന്ന ആക്രമണങ്ങൾ ആയിരക്കണക്കിനാണ് ഒരു വർഷത്തിനിടയിൽ. അത് പറയണ്ടേ, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? ഞങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. സഭാ നേതൃത്വത്തെ സംബന്ധിച്ച് PMLA ആക്ട് തുടങ്ങി ഏതൊക്കെ ആക്ടുകൾ ഉപയോഗിക്കാമോ അതൊക്കെ ഉപയോഗിച്ച് സഭയുടെ സ്ഥാപനങ്ങൾക്ക് നേരെ അഴിഞ്ഞാടലുകൾ കേന്ദ്ര ഏജൻസികൾ നടത്തുന്നുണ്ട്. പുറത്തു പറയുന്നില്ലതേ ഉള്ളൂ. സഭയുടെ വിവിധ സ്ഥാപനങ്ങളെ നിലയ്ക്ക് നിർത്താൻ ചട്ടുകമെടുത്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ ഇടപെടുന്നില്ലേ? അത് ഒരു തരത്തിലുള്ള വേട്ടയാടലല്ലേ, ഒരു തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് അല്ലേ? അതിനെപ്പറ്റി ചർച്ച ചെയ്യണ്ടേ? ചർച്ച ചെയ്യണം. ശരി, ശ്രീ ജിജി ജോസഫ് ഉണ്ട്, ഡൽഹിയിൽ നിന്നാണ് അദ്ദേഹം ചേരുന്നത്, BJP പ്രതിനിധിയാണ്. ശ്രീ ജിജി ജോസഫ്, താങ്കൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വീട്ടിലെ ആ ചടങ്ങിൽ പങ്കെടുത്തതുമാണല്ലോ, ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്ത ആൾ കൂടിയാണല്ലോ. ഇവിടെ വസന്ത് പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയിൽ ഇങ്ങനെ പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തതിൽ ഒരു തെറ്റും പറയുന്നില്ല. കോൺഗ്രസിന്റെ ഒരു നേതാവും അങ്ങനെ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണ ക്രിസ്മസ് ഈസ്റ്റർ ആഘോഷത്തിൽ പ്രധാനമന്ത്രി വിരുന്ന് നൽകിയ സമയത്തും അത്തരത്തിൽ അങ്ങനെ പങ്കെടുത്തത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല എന്ന് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ നേതാക്കളുടെ പ്രതികരണം. പക്ഷേ ഈ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ ഇത് വീണ്ടും ആവർത്തിക്കുകയാണ്. അല്ല, കോൺഗ്രസിന് അതല്ലേ പറയാൻ പറ്റുള്ളൂ. കോൺഗ്രസിന് വേറെ വല്ലതും പറയാൻ പറ്റുമോ? കോൺഗ്രസ് ചോദ്യങ്ങൾ ചോദിക്കണം. ഈ പുരോഹിതന്മാര്, മതമേലധ്യക്ഷന്മാര് ആരും വന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുമില്ല. ഒരാളും ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. വളരെ സൗഹാർദ്ദപരമായി എല്ലാവരും പ്രധാനമന്ത്രിയെ കണ്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് അദ്ദേഹവുമായി ബാക്കി വിശേഷങ്ങൾ പങ്കിട്ട് ക്രിസ്മസ് ആശംസകൾ പരസ്പരം നേർന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് കണ്ടിട്ടാണ് ഈ കോൺഗ്രസിന്റെ ആളുകൾക്ക് ഈ പ്രശ്നം. അവരെല്ലാ കാലത്തും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഈ കാണിക്കുന്നത് പൊള്ളത്തരമാണെന്ന് ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് അറിയാമെന്ന്. അവര് മുൻപം വിഷയം വരുമ്പോൾ അവരെന്താ പറയുന്നത്? അവർ പറയും ഇത് ഇങ്ങനെയല്ല, ചർച്ച് ബില്ല് വരും എന്ന് പറയും. ഇവർ ഓരോ കാലത്ത് ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കും. ഈ ആളുകളെ മുഴുവൻ ന്യൂനപക്ഷങ്ങളെ പേടിപ്പിക്കും. ന്യൂനപക്ഷങ്ങൾക്ക് അത് മനസ്സിലായെന്നേ. ഇവർ ഈ പേടിപ്പിക്കുന്നതൊക്കെ വെറുതെ രാഷ്ട്രീയം മാത്രമാണ്, ഇതിൻ്റെ അകത്തൊന്നും ഒരു കാര്യവുമില്ല, സൗഹാർദ്ദപരമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ മനസ്സിലായെന്നേ. അതുകൊണ്ടല്ലേ ഞങ്ങൾ തൃശ്ശൂർ ഇങ്ങനെ ഒരു വിജയം നേടിയത്. ഇവരിതെല്ലാം അവിടെ പറഞ്ഞല്ലോ, മണിപ്പൂരിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കരയുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ മണിപ്പൂരിന് വേണ്ടിയിട്ടാണ് കരയുന്നത് എന്ന് പറയുന്ന സമയത്തും മണിപ്പൂരിലെ ഇംഫാലിലെ ബിഷപ്പും ബോംബെയിലെ കർദിനാളും അതുപോലുള്ള പ്രധാനപ്പെട്ട ഓർത്തഡോക്സ് സഭയുടെയും ജാക്കോബിറ്റ് സഭയുടെയും ഒക്കെ ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരും പറഞ്ഞല്ലോ ഇത് അവിടെ നടക്കുന്ന ഒരു ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപമാണെന്ന് പറഞ്ഞല്ലോ. പക്ഷെ കോൺഗ്രസിന് ഇത് സഹിക്കുന്നില്ല. അവർ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ചോദിക്കുന്നത് ഇവരെന്തിനാണ് ഇപ്പൊ പോകുന്നത്, ഇത്ര നാളും എന്താണ് പോകാതിരുന്നത് എന്നായിരുന്നു ചോദ്യം. ഇപ്പോൾ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോയി തുടങ്ങിയപ്പോൾ ഇവരിങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കുറെ ക്വസ്റ്റ്യൻ തയ്യാറാക്കി തരാം, ആ ക്വസ്റ്റ്യൻ മുഴുവൻ ഇവർ ഓരോരുത്തരോട് ചോദിക്കണം എന്നാ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഈ നാട്ടിലെ പ്രശ്നങ്ങൾ മുഴുവൻ നോർത്ത് ഇന്ത്യയിലുള്ള മുഴുവൻ പ്രശ്നങ്ങളെ കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുകയാണ്. അവരെന്ന് ഈ നെഗറ്റീവ് കാണത്തേ ഉള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അവർ പറയുന്നു. ഛത്തീസ്ഗഡിന്റെ കാര്യം തന്നെ ഉദാഹരണമായി എടുക്കാം. ഏറ്റവും ഒടുവിലത്തെ വാർത്തയാണല്ലോ അത്. ഘർ വാപസി വേണം എന്ന് സംഘപരിവാർ സംഘടനകൾ ആവശ്യപ്പെടുകയാണ് ക്രൈസ്തവ സമൂഹത്തോട്. ഇല്ലെന്ന്, ഇത് പലതും സംഘപരിവാർ സംഘടനകളല്ലെന്ന്. നമ്മൾ പല സ്ഥലത്തെയും ഈ ക്ഷേത്രങ്ങൾക്കെതിരെ ക്ഷേത്രമുണ്ട് എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നതൊക്കെ BJP നേതൃത്വം RSS നേതൃത്വം ഒന്നും അല്ലെന്ന്. സമ്മതിച്ചു. ഒരു സംഘപരിവാർ സംഘടനയല്ല, ഛത്തീസ്ഗഡിൽ ഇടപെട്ട സംഘപരിവാർ സംഘടനയല്ല. പക്ഷെ അവിടുത്തെ ആദിവാസി കുടുംബങ്ങൾ കേസ് കൊടുത്തു. ഒരു പേപ്പറിൽ ഒരു തുണ്ട് കടലാസിൽ FIR ഇടാൻ നിങ്ങളുടെ സർക്കാർ എന്തുകൊണ്ട് ആർജവം കാണിച്ചില്ല? അതോ അതും ഭരിക്കുന്നതിന് BJP അല്ലേ? വേറെ ആർക്കെങ്കിലും നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തേക്കോണോ ഭരിക്കാൻ? ഞാൻ കോൺഗ്രസ് പ്രതിനിധിയോട് മറ്റൊരു കാര്യം ചോദിക്കട്ടെ. December 6 തർക്കമന്ദിരം തകർത്തത് ഞങ്ങളാണെന്നും പറഞ്ഞ് ഇന്ത്യ മുന്നണിയിലെ ഒരു മഹാരാഷ്ട്രയിലെ ഒരു പാർട്ടി, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടി ഒരു പോസ്റ്റ് ഇട്ടല്ലോ, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതിരുന്നേ? അല്ലല്ല, ഞാൻ ചോദിച്ചല്ലോ. കോൺഗ്രസിന്റെ നിലപാടാണ് ഞങ്ങൾ പറയുന്നത്, അല്ലാതെ ഞങ്ങൾ കൃത്യമായി പറയുന്നത് കോൺഗ്രസിന്റെ നിലപാടാണ്. അത് പറഞ്ഞു കേട്ടു. താങ്കളോട് ചോദിച്ചത് BJPയുടെ നിലപാടാണ്. അത് പറയാനുണ്ടോ? ഇല്ല. കേസ് എടുക്കാൻ പറ്റിയില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ പറയാണ് സംഘപരിവാർ സംഘടന അല്ല കേട്ടോ. പിന്നെ ആരാണത്? നിങ്ങൾ എന്താ ഫാൻസി ഡ്രസ് കളിപ്പിച്ച് വിട്ട ടീംസ് ആണോ? മാസ്ക് ഇട്ട് വന്നാണോ? നിങ്ങളല്ലേ ഭരിക്കുന്നത് ഛത്തീസ്ഗഡിൽ? നിങ്ങളല്ലേ ഭരിക്കുന്നത്? ഇനി നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് അല്ല മധ്യപ്രദേശ്. മധ്യപ്രദേശ് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണോ? മധ്യപ്രദേശ് എന്താണ് നിങ്ങളുടെ നിലപാട്? ഉത്തർപ്രദേശ് 83 ദിവസം ഒരു വൈദികൻ ജയിലിൽ കിടക്കുകയാണ്. ഒടുക്കം അവിടുത്തെ ഹൈക്കോടതി അത് തെറ്റാണ് എന്ന് കണ്ട് നിങ്ങളുടെ കേസേ വ്യാജമാണെന്ന് പറഞ്ഞ് കൊട്ടയിലെടുത്ത് കളഞ്ഞു ആ കേസ്. എന്നിട്ട് ആ വൈദികനെ വെറുതെ വിട്ടു. എന്താണ് നിലപാട്? ഗ്രഹാം സ്റ്റെയിൻ എന്താണ് നിങ്ങളുടെ നിലപാട്?
ഫാദർ സ്റ്റാൻസാമി, എന്താണ് നിങ്ങളുടെ നിലപാട്? പെഗാസസ് ഉപയോഗിച്ച് നിങ്ങൾ സ്റ്റാൻസാമിയെ വേട്ടയാടി എന്നുള്ള റിപ്പോർട്ട് വെളിയിൽ വന്നില്ലേ? ശരി ജിജി പറയട്ടെ. പക്ഷേ അവിടെ പോയി ആതിഥ്യം സ്വീകരിക്കുന്നത് ക്രൈസ്തവ സഭാ നേതൃത്വം തന്നെയാണ്. തിരിച്ച് മോദിക്ക് സ്വീകരണം നൽകുന്നതും മോദിക്ക് ഈ ക്രിസ്മസ് ആഘോഷത്തിൽ ആതിഥ്യം നൽകുന്നതുമൊക്കെ ക്രൈസ്തവ സഭകൾ തന്നെയാണ്. സ്വാഭാവികമായും രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ സ്വാഭാവികമായും രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി ആ ഒരു സമുദായത്തിന്റെ ഭാഗമായിട്ടുള്ള കേന്ദ്രമന്ത്രി വിളിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കായിക. പക്ഷെ ഞങ്ങൾ പറയുന്നത് ഈ കേക്കിൽ മണിപ്പൂരിലെ കുറെ പേരുടെ രക്തം പുരണ്ടിട്ടുണ്ട്, ഛത്തീസ്ഗഡിലെ കുറെ പേരുടെ രക്തം പുരണ്ടിട്ടുണ്ട്. ശരി ജി പറയട്ടെ പറയാം വസന്ത് ജി പറയട്ടെ. നിങ്ങൾ എന്തിനാ അക്ഷമയോട് പെരുമാറുന്ന എന്തിനാ? ഒരാളുടെ സമയത്ത് ഒരാൾ സംസാരിക്കട്ടെ. ഒരക്ഷമയില്ല, വസ്തുതാപരമായ അതില്ല. എന്താണ് ഞാൻ സംസാരിച്ചോട്ടെ, നിങ്ങൾ അത് കഴിഞ്ഞ് പറയാനുള്ളത് നിങ്ങളുടെ സമയത്ത് പറഞ്ഞോ. അല്ല, വസ്തുതാപരമായി തെറ്റ് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കും. അല്ലെങ്കിൽ ശ്രീ മഞ്ജുഷ് പറഞ്ഞ ഈ ചർച്ചയിൽ നിന്ന് ലെഫ്റ്റ് ആയേക്കാം. വസ്തുതാപരമായി തെറ്റും മണ്ടത്തരവും പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കും, ഇനിയും ചൂണ്ടിക്കാണിക്കും. ഈ ചർച്ചയിൽ ഉടനീളം എനിക്ക് തരുന്ന സമയം എനിക്ക് മണ്ടത്തരം പറയാനും എനിക്ക് വസ്തുതാപരമായി അദ്ദേഹം പറയട്ടെ. വസന്ത് അദ്ദേഹം പറയട്ടെ. ജിജി പറയട്ടെ. സമയം തരും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയം തരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ വാദമുഖങ്ങൾ ഉന്നയിക്കുക. അങ്ങനെയാണ് സാധാരണ കേരളത്തിലെ ഡിബേറ്റുകളെല്ലാം നടക്കുന്നത്. പിന്നെ ഒന്നും പറയാനില്ലെങ്കിൽ ബഹളം ഉണ്ടാക്കാം, എല്ലാത്തിലും ഇടപെടാം. എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ചോദ്യങ്ങളാണ് ചോദിച്ചത്. അങ്ങ് കാടും പടപ്പും തല്ലിയാണ്, തല്ലിക്കോളൂ. ഞാൻ ഇനി മിണ്ടുന്നില്ല, തല്ലിക്കോളൂ. കാണുന്നവർക്ക് മനസ്സിലാവും. എന്റെ ചേട്ടാ ഒരാൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ മിണ്ടാതിരിക്കും. എന്റെ ജിജേട്ടാ, അങ്ങനെ പഠിപ്പിക്കണ്ട. ഞാൻ 5-6 വർഷമായി ചർച്ചയിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് അങ്ങയുടെ ക്ലാസിന്റെ ആവശ്യമില്ല. ജിജേട്ടാ, ഞാൻ 1, 2, 3, 4. അല്ലല്ല, അദ്ദേഹം പറയട്ടെ. ജിജി പറയട്ടെ. വസന്ത് ഇത് കുറെ നേരമായി. വസന്ത് അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തിന് പറയാനുള്ള അവസരം കൊടുക്കൂ. അദ്ദേഹം പറയട്ടെ. പുള്ളിക്ക് സമയം കൊടുത്തത്. ഒരുപാട് വർഷമായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളല്ലേ, പുള്ളി അങ്ങ് പറയട്ടെ. ജി പറയൂ. മനുഷ്യന് സംസാരിക്കാൻ ഒരു ഇടം കൊടുക്കണ്ടേ, അല്ലാതെ എങ്ങനെയാ? ഈ മധ്യപ്രദേശിലെ ഇഷ്യൂല് അവിടുത്തെ 2 ഇതുപോലത്തെ സംഘങ്ങൾ തമ്മിലുള്ള തർക്കമാണെന്നുള്ളതിന് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് വേണോ? ഈ കേസുമായി ആദ്യം അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകൾ കത്തുമായി വരുന്നത് എൻ്റെ അടുത്താണ്. അവിടെ സുരേഷ് ഗോപിജിക്കും അതുപോലെ സുരേന്ദ്രൻജിക്കും ഒക്കെ കത്ത് കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇതേ സർവീസ് ഇതുപോലെ തന്നെ അവിടെ ഒരു ട്രസ്റ്റ് നടത്തുന്ന മറ്റൊരു കക്ഷികളുമായി തർക്കം നടക്കുന്നതാണ് മധ്യപ്രദേശിലെ പ്രശ്നം. അത് പത്രങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. ഒരു വിഭാഗത്തിന് മാത്രം പ്രശ്നം അവസരം കൊടുക്കുന്നു, ഗവൺമെന്റ് അവിടെ കൈക്കൂലി വാങ്ങിയിട്ടാണെന്നുള്ള വാദം വരുന്നു. ഇത് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടത് ഞങ്ങൾ ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളതാ. വേറെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പിന്നിൽ അവിടെ നടന്നിട്ടുണ്ട്, വേറെ ഇഷ്യൂസ് ഒക്കെ അവിടെ നടന്നിട്ടുണ്ട്. അത് ഓരോ ഘട്ടത്തിൽ ഇവർക്ക് ലൈസൻസ് ഇല്ലെന്ന് പറഞ്ഞ് സർക്കാരല്ല അതിനാദ്യം ഇത് എടുക്കുന്നത്. മറ്റൊരു സന്നദ്ധ സംഘടന, ഒരു ട്രസ്റ്റ് ഇവർക്കെതിരെ പരാതി കൊടുക്കുകയാണ്. അത് ഞങ്ങളുടെ ട്രസ്റ്റ് അല്ല. ഞങ്ങളതിന് കൃത്യമായി അതിന്റെ പിന്നിൽ പോയതാണ്, ഞങ്ങളത് മനസ്സിലാക്കിയതാണ്. പിന്നെ ഇവരെന്തിനാണ് എല്ലാ പ്രാവശ്യവും ഈ ഓരോ BJP ഒരു മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, അവരെ സൗഹാർദ്ദത്തിലാക്കാൻ പോകുമ്പോൾ, അവരുമായി സന്ദർശിക്കാൻ പോകുമ്പോൾ എന്തിനാണ് കോൺഗ്രസ് ഇത്ര വേവലാതി? നിങ്ങളുടെ എന്തെങ്കിലും ഞങ്ങൾ പഴയ പ്രശ്നങ്ങളുണ്ടാകും, നിങ്ങൾ പ്രചരണം നടത്തിക്കോ. ഞങ്ങളുടെ പഴയ പ്രശ്നങ്ങളെ കുറിച്ച് ഞങ്ങൾ പണ്ട് ഇങ്ങനെയായിരുന്നു, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടില്ല, നിങ്ങൾ പ്രചരണം നടത്തിക്കോ. നിങ്ങൾ പറയുന്നത് ആരും ഈ സഭകളാരും കേൾക്കുന്നില്ല. നിങ്ങൾക്ക് എന്താണ് കേരളത്തില് ഇപ്പൊ വലിയ ഇഷ്യൂ പറഞ്ഞു? ഞങ്ങൾക്ക് കേരളത്തിലെ ഇഷ്യൂസ് പറയാനുള്ളത് എന്താ അറിയാമോ? ന്യൂനപക്ഷത്തിലെ പക്ഷപാതമാണ് ഈ കോൺഗ്രസ് കാണിക്കുന്നത്. ന്യൂനപക്ഷത്തിലെ പക്ഷപാതം കാണിക്കുകയാണ്. ഒരു വിഭാഗത്തിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളുകയാണ്. അതാണ് ഞങ്ങൾ എടുത്തു കാണിക്കുന്നത്. ഞങ്ങളിത് ക്രിസ്മസിന്റെ സന്ദേശം കൊടുക്കുന്നത് ക്രിസ്തു ജനിച്ചതിന്റെ സന്ദേശം, ഞങ്ങൾ കൂടി ആ സന്തോഷത്തിൽ BJP കൂടി നിങ്ങളോട് പങ്കാളികളാകുന്നു, ഒരുമിച്ച് സന്തോഷിക്കാം എന്നുള്ളൊരു ഒരു സന്ദേശമാണ് പോകുന്നത്. ഇതൊരു സ്നേഹയാത്രയാണ്. നിങ്ങൾ ഇതിനെ രാഷ്ട്രീയമായിട്ട് കാണും. നിങ്ങൾ പണ്ട് പറഞ്ഞു ഞങ്ങൾ ഇത് വോട്ടിന് വേണ്ടിയിട്ടാണ് പോയെന്ന് പറഞ്ഞു. വോട്ടിന് വേണ്ടിയിട്ടാണ് അല്ല എന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞു. ഇപ്പോഴും ഞങ്ങൾ അത് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ എവിടെ വോട്ടുള്ളത്? ഞങ്ങൾ വോട്ടിന് വേണ്ടിയല്ല പോകുന്നത്. ഇത് ഇന്ത്യയിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. പ്രധാനമന്ത്രി ക്രിസ്മസ് പരിപാടികൾ വേണ്ട എന്ന് നിങ്ങൾ BJPക്ക് നിലപാടുണ്ട് എന്ന് പറയുമ്പോഴും പ്രധാനമന്ത്രി ക്രിസ്മസ് പരിപാടിയിൽ പങ്കെടുക്കുന്നു, അദ്ദേഹം ക്രിസ്മസ് സന്ദേശം നൽകുന്നു, അദ്ദേഹം ബിഷപ്പുമാരുമായി ചർച്ച നടത്തുന്നു, അവരുമായി സൗഹാർദ്ദം പങ്കിടുന്നു, കേക്ക് പങ്കിടുന്നു. ഇതെല്ലാം നടക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ BJP ക്രൈസ്തവ മേഖലയിലേക്ക്
ക്രിസ്മസുമായുള്ള സന്ദേശവുമായി മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ എന്തിനാണ് വിരൽ പിടിക്കുന്നത്? നിങ്ങൾ ഓരോ ഇഷ്യൂ വരുമ്പോഴും നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ ചില മേഖലയിലേക്ക് ഇതിനെ കടത്തിക്കൊണ്ടുപോകാം. നിങ്ങൾ എന്താണ് പീസ് സ്കൂളുമായി ബന്ധപ്പെട്ട് MM അക്ബർ ഒരു കുട്ടി സഹപാഠി മതം മാറാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്ത് വേണം എന്നൊക്കെ ഒരു വിവാദപരമായ പ്രശ്നമുണ്ടല്ലോ. നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? നിങ്ങൾ വല്ലതും വേണ്ടിയോ? നിങ്ങൾ എന്താ വേണ്ടത്? നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ വിഷയമാണല്ലോ. നിങ്ങൾ മണിപ്പൂരിലേക്കും മധ്യപ്രദേശിലേക്കും ഒന്നും പോകണ്ടെന്നേ. നിങ്ങൾ ഇതിനെ അങ്ങോട്ട് പോകുന്നത് നിങ്ങൾ മുറ്റത്ത് വിഷയം കിടപ്പുണ്ടല്ലോ. ആദ്യം നിങ്ങൾ എന്താ പറഞ്ഞു? ആദ്യം പറഞ്ഞു ഇത് വക്കഭൂമി അല്ലെന്ന് പറഞ്ഞു VD സതീശൻ. ഞാൻ 10 മിനിറ്റ് കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞു. ഞാൻ 1.5 കൊല്ലം കഴിയുമ്പോൾ തീർക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു ഞാൻ പണ്ഡിതനല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പൊ പറയുന്നത് വക്കഭൂമിയാണോ എന്ന് കോടതി പരിശോധിക്കണമെന്ന് പറഞ്ഞു. വക്കഭൂമി അല്ല എന്ന് പറഞ്ഞത് എന്താ VD സതീശൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് നിങ്ങളുടെ MMSN പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് സാർ ഇവിടെ നിന്ന് ഒരുപാട് വണ്ടിക്കൂലി മുടക്കി മധ്യപ്രദേശിലേക്കും ഛത്തീസ്ഗഡിലേക്കും മണിപ്പൂരിലേക്കും ഒക്കെ പോകുന്നത്? പോകേണ്ട ആ വിഷയം വരുമ്പോ പക്ഷെ കേരളത്തിലെ വിഷയം വരുമ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് അഡ്രസ് ചെയ്യാത്തത്? ഡോക്ടർ ജി ഗോപകുമാർ, അവിടെ ജിജി ജോസഫ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതാണ് BJP അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതും ക്രൈസ്തവ സഭകൾക്ക് ആശങ്കയുള്ള ഒരു വിഷയവും. അതായത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു വേർതിരിവ് ഉണ്ടാക്കുന്നുണ്ട്, കേരളത്തിൽ വിവേചനം കാട്ടുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തോട് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഒരു വിവേചനം കാണിക്കുന്നുണ്ട്. ഈ സന്ദേശം കുറേ നാളുകളായിട്ട് ക്രൈസ്തവ സഭാ നേതൃത്വം തുറന്നു പറയുന്ന കാര്യം തന്നെയാണ്. ജിജി ജോസഫോട് ചൂണ്ടിക്കാണിച്ചല്ലോ ഈ കാര്യം. അതിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവിടെ ഈ പറയുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്കയോട് യോജിച്ചു നിൽക്കുന്നത് BJP ആണ്, മുനമ്പം വിഷയത്തിലടക്കം. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു അടുപ്പം സൂക്ഷിക്കുവാനായിട്ട് BJP സഭകൾ ശ്രമിക്കും, അതിനൊരു സംശയവുമില്ലല്ലോ. എന്നുവെച്ച് അതിനെ താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ കേരളത്തിലെ BJP നേതാക്കളെ അത്ര കണ്ട് വിശ്വാസത്തിലെടുക്കാൻ ക്രൈസ്തവ സഭകൾ തയ്യാറായിട്ടുമില്ല. അതായത് മോദിയിൽ വിശ്വാസം, പക്ഷേ ഇവിടെ കേരളത്തിൽ വിശ്വാസമില്ല. അതല്ലേ കണ്ടുവരുന്നത്? തൃശ്ശൂർ അതിന്റെ മറ്റൊരു വെർഷൻ ആയിരുന്നു. അവിടെ സുരേഷ് ഗോപി ആയിരുന്നു മത്സരിച്ചത്. ആ ഒരു ഘടകം കൂടി അവിടെ വർക്കൗട്ട് ആയല്ലോ. മഞ്ജുഷ ഒരു സെക്കൻഡ്. അതായത് അങ്ങനെ പറയരുത്. നാളെ KCBCയുടെ ആസ്ഥാനത്ത് BOCയിൽ നടക്കുന്ന ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനാണ്. അതുകൊണ്ട് കഴിഞ്ഞ തവണ അങ്ങനെയായിരുന്നുവല്ലോ അല്ലേ? കാൽവരി മൗണ്ടിൽ നിന്ന് തന്നെയാണ് കഴിഞ്ഞ തവണയും ഈ സ്നേഹയാത്ര തുടങ്ങിയത് അല്ലേ? അങ്ങനെയല്ലേ? അത് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. അല്ല, കഴിഞ്ഞ തവണ ഇതുപോലത്തെ ഒരു പ്രോഗ്രാം നടത്തിയില്ല. ഇത് ഡൽഹിയിൽ ആദ്യം നടത്തിയതിനു ശേഷം പിന്നെ അതിന്റെ ഭാഗമായിട്ട് ബാക്കി എല്ലായിടത്തും നടക്കുകയായിരുന്നു. ശരി, ഡോക്ടർ ജി ഗോപകുമാർ, ഇത്തവണ വളരെ വിപുലമാണ് കേട്ടോ. അതാണ് ജിജി ഇപ്പോൾ സൂചിപ്പിച്ചത്. എന്നാൽ ഞാൻ ചോദിച്ച ആ ചോദ്യം അത് ശരിയാണല്ലോ, അങ്ങനെ ഒരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ദേശീയ തലത്തിലുള്ള ക്രൈസ്തവരുമായിട്ട് അടുക്കുന്ന സമീപനവും കേരളത്തിൽ ക്രൈസ്തവ ഭാഗമായി അടുക്കുന്നതും തമ്മിൽ വാസ്തവത്തിൽ അപ്രോച്ചിലും അതിൻ്റെ പ്രയോഗത്തിലുമൊക്കെ വലിയ വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ക്രൈസ്തവ ഭാഗം ദേശീയ തലത്തിൽ 2%, 2.5% ഒക്കെ ഉള്ളൂ. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല, അത് നിർണായകമാണ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം തന്നെ 18% പിന്നെ അവശ്യ ക്രൈസ്തവരോട് കൂടുമ്പോൾ അത് കുറച്ചുകൂടി കൂടും. അപ്പോൾ നിർണായകമായൊരു സമൂഹമാണ്. അപ്പോൾ ഹിന്ദു വോട്ട് കൊണ്ട് മാത്രം ഇവിടെ ജയിക്കാൻ പറ്റില്ല എന്നും കേരളത്തിലെ ഹിന്ദുത്വ രാഷ്ട്രീയമാണെങ്കിൽ ശ്രമിക്കുമ്പോഴും നല്ലൊരു ഭാഗം ഹിന്ദു ഭാഗം ഇടതുപക്ഷത്തെയും കുറച്ചുപേർ കോൺഗ്രസിനെയും സഹായിക്കുന്നുണ്ടെന്നുള്ള വസ്തുതയും BJPക്ക് അറിയാം. അതുകൊണ്ടായിരിക്കും തന്ത്രപ്രധാനമായി കേരളത്തിലും ഇങ്ങനൊരു നിലപാടിലേക്ക് പോയതും. ആ നിലപാടിലേക്ക് പോകുമ്പോൾ അതിൽ ദേശീയതലത്തിൽ ചെയ്യുന്നതിൻ്റെ തനിയാവർത്തനം ചെയ്യാൻ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ഈ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ക്രൈസ്തവ ഭാഗമായിട്ട് അടുക്കുന്നതിൽ മാത്രമല്ല, മുനമ്പ ഇഷ്യൂ മാത്രമല്ല, പൊതുവിൽ BJPയെക്കുറിച്ച് കേരളത്തിൽ സമീപകാലത്തുണ്ടായിട്ടുള്ള ആക്ഷേപങ്ങൾ ഒന്നൊന്നായി എടുത്തു നോക്കുമ്പോൾ വിശ്വാസ്യതയുടെ ഒരു കുറവുണ്ട്. പക്ഷെ അവിടെ മറ്റൊരു ഘടകം കൂടിയില്ലേ ഡോക്ടർ ജി ഗോപകുമാർ? കേരളത്തിലെ BJP നേതാക്കൾ ഇതൊന്ന് സെറ്റിൽ ചെയ്ത് വരുന്ന സമയത്ത്, ക്രൈസ്തവ സമൂഹവുമായിട്ട് കുറച്ചുകൂടി അടുത്തടുത്ത് വരുന്ന ആ സമയത്ത് ദേശീയ തലത്തിൽ ഈ പറയുന്ന വസന്ത് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഇവിടെയൊക്കെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കും. മണിപ്പൂരിൽ അവിടെയൊക്കെ കേരളത്തിലെ BJP നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ സംഘപരിവാർ ശക്തികൾ എന്തെങ്കിലും ഒരു കാര്യം ക്രൈസ്തവ സമൂഹത്തിനെതിരെ ചെയ്തിട്ടുണ്ടാവും. അത് സംഘപരിവാറിൽ പെട്ടവർ ആണെന്ന് നിർബന്ധമില്ല. അതിൽ ഈ ഹിന്ദുത്വവാദികൾ അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. കർ വാപ്പസി പോലെയുള്ള കാര്യങ്ങൾ അതിൽ വരുന്നു.
മതമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്നു. അത് സ്വാഭാവികമായിട്ടും ഇവിടെ അതിന് മറുപടി പറയേണ്ടി വരിക കേരളത്തിലെ BJP നേതൃത്വമായിരിക്കും. അങ്ങനെയും സംഭവിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഞാൻ മഞ്ജുഷ് പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദേശീയ തലത്തിലുണ്ടാകുന്ന ഇത്തരം വിഷയങ്ങൾക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ നല്ല പ്രാധാന്യം കൊടുക്കുകയും ആ പ്രാധാന്യം BJPയെ പൂർണ്ണമായി പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് കേരളത്തിൽ BJPക്ക് എടുക്കാവുന്ന ഒരു നടപടിയും നിലപാട് എന്നുള്ളതിനകത്ത് അവർക്ക് എങ്ങനെ ന്യൂനപക്ഷവുമായി അടുക്കാം, അതിനെ എങ്ങനെ വിശ്വാസ്യതയിലെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ വിശ്വാസ്യതയുടെ പ്രശ്നം ഇത് മാത്രമല്ല. ഇപ്പോൾ മണിപ്പൂരിലെയോ മധ്യപ്രദേശിലെയോ ഛത്തീസ്ഗഡിലെയോ പ്രശ്നങ്ങൾ മാത്രമല്ല, അതവിടെ മാധ്യമ നറേറ്റീവിനകത്ത് അത് ശക്തമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഒരു ഡിഫൻസിൽ മാത്രമേ, പ്രതിരോധത്തിൽ മാത്രമേ പോകാൻ കഴിയുള്ളൂ. അതിനപ്പുറം പൊതുവിൽ സംസ്ഥാനത്തിലെ BJP ഏത് സമുദായക്കാരെടുത്താണെങ്കിൽ പോലും അവരെടുക്കുന്ന നിലപാടും അതിനകത്തുള്ള കൺസിസ്റ്റൻസിയും, ഞാൻ എടുത്തു പറഞ്ഞാൽ സംസ്ഥാന നേതൃത്വത്തിനകത്തുള്ള ഗ്രൂപ്പ് വഴക്കുകളും മറ്റും പാർട്ടിയുടെ ക്രെഡിബിലിറ്റിയെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. സമീപകാലത്ത് സുരേന്ദ്രനെ പുറത്താക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചർച്ച നമ്മുടെ മുമ്പിൽ വന്നു. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികൾ കൂറുമാറുന്നത്, ഇപ്പോൾ ഒരാൾ പാലക്കാട് ഇലക്ഷൻ വന്നപ്പോഴത്തേക്കും BJP വിട്ട് കോൺഗ്രസിലേക്ക് പോയി. അപ്പോൾ ഈ ഐഡിയോളജിക്കൊന്നും ഒരു റിലവൻസ് ഇല്ല എന്ന് ഒരു അർത്ഥത്തിൽ കേഡർ പാർട്ടിയാണെന്ന് അഭിമാനിക്കുന്ന BJPക്ക് പോലും ആ നിലയിലെത്തിയില്ലേ? ഇപ്പോൾ കോൺഗ്രസിനെ കുറിച്ചല്ല പറയുന്നത്. ഇപ്പോൾ ഇടതുപക്ഷം പോലെ CPM പോലെ BJPയും ദേശീയ തലത്തിൽ RSSന്റെ പിന്തുണയുള്ളത് കൊണ്ട് ഒരു കേഡർ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതൊരു മാസ് പാർട്ടി ആകുമ്പോൾ ചില കോംപ്രമൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ അതിനപ്പുറം പാർട്ടിയിലെ കേഡർമാരായിരുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു, മറ്റുള്ളവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇത്തരത്തിലൊരു സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ കൂറുമാറ്റവും കാലുമാറ്റവും ഒക്കെ ഇടപാട് നടത്തുമോ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടുകയും അതോടൊപ്പം പാർട്ടിക്കകത്ത് നേതൃത്വത്തിനകത്ത് ഒരുപാട് അഭിപ്രായ വ്യത്യാസം. ഞാൻ ആ ഗ്രൂപ്പുകളുടെ എണ്ണം പറഞ്ഞാൽ കുറഞ്ഞ ഒരു 4 ഗ്രൂപ്പുകളെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അത് വിശ്വാസത്തെ കുറയ്ക്കുകയാണ്. പണ്ടേ തന്നെ BJP ദുർബലതയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഗ്രൂപ്പ് വഴക്കും. ഇതിനിടയിൽ അവർക്ക് ന്യൂനപക്ഷങ്ങളിലേക്ക് കടന്നു കയറണമെങ്കിൽ അതിനുള്ളൊരു വിശ്വാസത ഉണ്ടാക്കിയെടുക്കണം. ആ വിശ്വാസതയാണ് ഞാൻ പറഞ്ഞത്. ആരെ വിശ്വസിക്കുന്നുള്ളതാണ്. ദേശീയ തലത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അവസാനത്തെ സെന്റൻസ് അതായിരുന്നു. മോദിക്ക് കിട്ടിയ 20% വോട്ട് സംസ്ഥാന തലത്തിൽ കിട്ടണമെങ്കിൽ അവരിങ്ങനെയൊന്നും പ്രവർത്തിച്ചാൽ പറ്റില്ല എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ദേശീയ തലത്തിൽ നിന്ന് ന്യൂനപക്ഷങ്ങളുമായി അടുക്കാനുള്ള കമാൻഡ് കിട്ടുമ്പോൾ അത് ചെയ്യും, അത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ നേതൃത്വം പ്രവർത്തിക്കുന്ന ഒറ്റക്കെട്ടായിട്ടല്ല എന്നുള്ളതാണ് എൻ്റെ ആക്ഷേപം. ശരിയാണ്. അവിടെ നിന്ന് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ ജോർജ് കുര്യന്റെ വീട്ടിലെ ഈ ആഘോഷത്തിൽ പങ്കെടുത്ത് ഇതിനൊരു തുടക്കം കുറിക്കുകയായിരുന്നു ഈ വർഷത്തെ. തൊട്ടടുത്ത ദിവസം തന്നെ ഇത് ക്രൈസ്തവ വിശ്വാസികളുടെ വീടുകളിൽ പോയി നിങ്ങൾ ഈ ആശംസ കൈമാറണമെന്നും കേക്ക് വിതരണം ചെയ്യണമെന്നും കേന്ദ്രത്തിൽ നിന്ന് നിർദ്ദേശം കിട്ടി. അതങ്ങ് പാലിച്ചു പോകുന്നു എന്നല്ലാതെ അതിനൊരു ഫോളോ അപ്പ് വരുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ ശ്രീ ടോണി ചില്ലപ്പള്ളി, ഇവിടെ വസന്തും അതുപോലെ തന്നെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ജിജി ജോസഫും പറഞ്ഞ കാര്യങ്ങൾ, അതിൽ താങ്കൾ ആരുടെ ഒപ്പമാണ് നിൽക്കുന്നത്? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. വസന്ത് പറഞ്ഞത് ക്രൈസ്തവ സമൂഹത്തിനാകെ ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ. ജിജി പറഞ്ഞത് അത് അങ്ങനെയല്ല അവിടെ സംഭവിക്കുന്നത്, അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതാണ്. അത് അങ്ങനെയായിരുന്നു സംഭവിച്ചതെങ്കിൽ സഭാ നേതൃത്വത്തിന് അക്കാര്യത്തിൽ ആശങ്കയുണ്ടാകുമായിരുന്നല്ലോ എന്നാണ്. പക്ഷേ സഭാ നേതൃത്വത്തിന് അതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല, തെറ്റായ പ്രചാരണങ്ങളാണ് നടക്കുന്നത് എന്നാണ്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ? ഏതാണ് അതിൽ വസ്തുതയുള്ളത്? എന്താണ് അതിൽ ക്രൈസ്തവ സമൂഹം കാണുന്ന ആശങ്കയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഈ ഇടപെടലിൽ ഉണ്ടാകുന്ന പ്രതീക്ഷയും? തീർച്ചയായിട്ടും ഞാൻ 2 കൂട്ടരും പറഞ്ഞ കാര്യം ഞാൻ കേട്ടു. എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം പ്രധാനമന്ത്രി ക്രിസ്മസ് വിരുന്ന് നടത്തിയപ്പോൾ അന്ന് വന്ന CBCI പ്രസിഡന്റ് അടക്കമുള്ള മെത്രാന്മാർ വളരെ കൃത്യമായിട്ട് പ്രധാനമന്ത്രിയോട് വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച്, ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുത്തിരുന്നു. മാത്രമല്ല ഇപ്രാവശ്യവും ടൈം ടു ടൈമിൽ സമയാസമയങ്ങളിൽ അവിടെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് CBCIയും KCBCയും അതുപോലെ തന്നെ മറ്റു പല സംഘടനാ നേതാക്കളും കേന്ദ്ര ഗവൺമെന്റിനെ ധരിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ ആശങ്കകൾ പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളത് ധരിപ്പിക്കുന്നില്ല, ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് വെറും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും എനിക്കറിയാം, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, നമ്മൾ കേന്ദ്ര ഗവൺമെന്റിനെ, പ്രധാനമന്ത്രിയെ, ആഭ്യന്തരമന്ത്രിയെ നമ്മുടെ ആശങ്കകൾ മണിപ്പൂര്, വടക്കേന്ത്യയിൽ, മധ്യപ്രദേശിൽ, ഒറീസയിൽ ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ബോധിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും പറയാൻ പറ്റില്ല, നമ്മളത് പറയുന്നുണ്ട്, നമുക്കറിയാം. പക്ഷെ കേരളത്തിലോട്ടുള്ള
ചില സാങ്കേതിക പ്രശ്നമുണ്ട്. താങ്കളിലേക്ക് വരാം, ശബ്ദം ക്ലിയർ അല്ല, അതുകൊണ്ടാണ്. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇവിടെ താങ്കൾക്ക് മറുപടി പറയേണ്ടത് ജിജി പറഞ്ഞ കാര്യങ്ങൾക്കാണ്. താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എണ്ണി മറുപടി നൽകുകയായിരുന്നു ജിജി ജോസഫ് ഇവിടെ ചെയ്തത്. ഒന്നിനും നൽകിയില്ല. അത് അങ്ങേക്ക് മാത്രം തോന്നുന്നതായിരിക്കാം. ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ശ്രീ ജിജിയോടാണ്. ജിജി, നിങ്ങളുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തുകയാണ്. നല്ല കാര്യം, ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. അത് BJP ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഏത് പാർട്ടി ഭരിച്ചാലും ഈ രാജ്യത്തുള്ള എല്ലാ മതങ്ങളെയും ഇൻക്ലൂസീവായി കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. വ്യക്തിപരമായി ഞാനും കോൺഗ്രസും. അതിൽ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, മുസൽമാനുണ്ട്, ജൈനനുണ്ട്, പാഴ്സിയുണ്ട്, ബുദ്ധനുണ്ട്, എല്ലാവരും. അപ്പൊ നിങ്ങളുടെ പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കുന്നത് നല്ല കാര്യം. ക്ഷണം കിട്ടിയാൽ ആർക്കും പോകാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അങ്ങനെ നിങ്ങളുടെ പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷം നടത്തുമ്പോൾ അതിനെ ഇൻസ്പയർഡായി മധ്യപ്രദേശിലെ സർക്കാർ ഒരു ക്രിസ്മസ് ആഘോഷം നടത്തണ്ടേ? ഏറ്റവും കുറഞ്ഞ പക്ഷം അവിടുത്തെ സർക്കാർ അവരുടെ സർക്കാർ പേപ്പറിൽ കൊടുത്തിരിക്കുന്ന ഉത്തരവ് പിൻവലിക്കണ്ടേ? ഒരു സ്കൂളിലും ക്രിസ്തുമസ് ആഘോഷം പാടില്ല എന്നുള്ള ഉത്തരവ് പിൻവലിക്കണ്ടേ? ഇനി ഉത്തരവ് പിൻവലിക്കുന്നില്ല എന്നിരിക്കട്ടെ, അപ്പോൾ നിങ്ങളുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നിങ്ങളുടെ ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ജോർജ് കുര്യൻ, എന്റെ നാട്ടുകാരനാണ്, കോട്ടയംകാരനാണ്, ശ്രീ ജോർജ് കുര്യൻ പറയണ്ടേ, നോക്കൂ, പ്രധാനമന്ത്രി അടക്കം ക്രിസ്തുമസ് ആഘോഷിക്കുകയല്ലേ? അങ്ങനെ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഭരിക്കുന്ന സംസ്ഥാനത്ത്, നമ്മൾ ഭരിക്കുന്ന മധ്യപ്രദേശിൽ ഇങ്ങനൊരു ഇങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് ഓർഡർ പുറപ്പെടുവിക്കാൻ പാടില്ലെന്നേ. അത് പിൻവലിച്ച് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ക്രിസ്മസ് ആഘോഷം നടത്തണം എന്ന് നിങ്ങൾ പറയണം. പറയാൻ ആർജവമുണ്ടോ? ഒന്ന്. രണ്ടാമത് പറഞ്ഞ ഛത്തീസ്ഗഡിൽ ചില സംഘടനകളാണ് അതിനെ നേരിട്ടത്. ചില സംഘടനകളാണത്രേ. ആ ചില സംഘടനകൾക്ക് BJPയുമായി ബന്ധമില്ലത്രേ എന്നാണ് അദ്ദേഹം പറഞ്ഞ. നല്ല കാര്യം, കുഴപ്പമില്ല, BJPയായിട്ട് ബന്ധം വേണ്ട. ഞാൻ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ അടക്കം റിപ്പോർട്ടുകൾ താങ്കൾക്ക് മുമ്പിൽ എടുത്തു വെക്കാം. ഇനി പോട്ടെ, ഇനി അതൊന്നും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണ്ട. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവിടെ ഭരിക്കുന്നത് ചില സംഘടനകളല്ലല്ലോ ജിജി. ഛത്തീസ്ഗഡിൽ ഭരിക്കുന്നത് BJPയുടെ സർക്കാരാണ്. BJPയുടെ ടിക്കറ്റിൽ ജയിച്ചു വന്ന, താമര അടയാളത്തിൽ ജയിച്ചു വന്ന മുഖ്യമന്ത്രിയാണ് ഛത്തീസ്ഗഡിൽ ഭരിക്കുന്നത്. അങ്ങനെ ഭരിക്കുമ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ എന്ന് മാത്രമല്ല, ഇനി ഹിന്ദു സമുദായത്തിനെതിരെയോ ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരെയോ ഒരു ആക്രമണം ഉണ്ടായാൽ, പ്രത്യേകിച്ച് 400ഓളം വരുന്ന ആദിവാസി കുടുംബങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ, അവരൊരു വെള്ളപ്പേപ്പറിൽ പരാതി എഴുതി അവിടുത്തെ SHO, സ്ഥലം SHOയുടെ മുമ്പിലേക്ക് എത്തിയാൽ കേസെടുക്കണ്ടേ നിങ്ങളുടെ സർക്കാർ? ഛത്തീസ്ഗഡിലെ നിങ്ങളുടെ സർക്കാർ കേസ് എടുത്തോ? കേസ് എടുത്തില്ല. ഇതാ ഈ നിമിഷം ചർച്ച ചെയ്യുന്ന സമയം വരെ എടുത്തിട്ടില്ല. എന്റെ രണ്ടാമത്തെ ചോദ്യം, അദ്ദേഹം ഉത്തരം പറയട്ടെ. ഇനി കേസ് എടുത്തില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ പ്രതികാര നടപടി എന്നോളം അവർക്കെതിരെ റവന്യൂ വകുപ്പിനെ കൊണ്ട് നോട്ടീസ് അയപ്പിച്ചു. ഇതിന്റെ എല്ലാ റിപ്പോർട്ടുകൾ ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. എന്തുകൊണ്ട് ആ നോട്ടീസ് അയച്ചു? അപ്പൊ നിങ്ങളുടെ പ്രധാനമന്ത്രി പറയണ്ടേ, നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്, നമ്മൾ കേക്ക് മുറിക്കുകയാണ്, നമ്മൾ വൈൻ കുടിക്കുകയാണ്, അതുകൊണ്ട് ഇതാ ആ റവന്യൂ വകുപ്പിന്റെ നോട്ടീസ് തിരിച്ചെടുത്തോളൂ, എന്നിട്ട് അവിടുത്തെ ആദിവാസികളായ ക്രിസ്ത്യാനികൾ നൽകിയിരിക്കുന്ന പരാതിയിൽ കേസെടുക്കൂ. ഇനി മുനമ്പം വിഷയമാണ് അദ്ദേഹം പറഞ്ഞത്. മുനമ്പത്ത് സംസ്ഥാനത്തും രാജ്യത്തും ഭരണത്തിലില്ലാത്ത കോൺഗ്രസിന് എന്ത് ഒരു ഡിസിസീവ് ഫാക്ടർ ആവാൻ സാധിക്കുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? മുനമ്പത്ത് കൃത്യമായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞു, മുനമ്പത്തെ ഭൂമി വഖഫല്ല എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ വഖഫല്ല എന്ന് പറഞ്ഞിട്ട് അത് തിരുത്തി കോടതി തീരുമാനിക്കട്ടെ എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലല്ല, അദ്ദേഹത്തിന് ആ നിലപാട് തിരുത്തിയിട്ടുണ്ട്. ലീഗിന്റെ നിലപാട് അതല്ലല്ലോ, അതുകൊണ്ട് തിരുത്തേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്. ആരെങ്കിലും ശ്രീ മഞ്ജുഷ്, ആരെങ്കിലും പണം കൊടുത്തു മേടിച്ച ഒരു സ്ഥലം അത് വഖഫാണ് എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടാൽ അത് അനിസ്ലാമികമാണ് എന്ന് പറയുന്നതിനേക്കാൾ എന്ത് വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റാ വേണ്ടത്? ഇല്ല, അദ്ദേഹത്തിന് അത് ആർജവത്തോടെ പറയാൻ കഴിഞ്ഞിട്ടില്ല. ആ കാര്യത്തിൽ തർക്കിക്കേണ്ട ശ്രീ വസന്ത് തെങ്ങുംപള്ളി. അത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന കാര്യത്തിൽ കൃത്യമായ നിലപാട് ഇപ്പോഴും കോൺഗ്രസിനില്ല. ഏതാണ്ട് ഇത് 1 മണിക്കൂർ കൊണ്ട് പരിഹരിക്കാം എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് അതെന്താണ് ആ പരിഹാരം എന്ന് ഇതുവരെ നിർദ്ദേശം നൽകാൻ കഴിഞ്ഞിട്ടുമില്ല. അത് ആവർത്തിച്ച് അവിടെ സമരം ചെയ്യുന്നവരുടെ പ്രതിനിധികൾ തന്നെ ചോദിക്കുന്നുണ്ട്, എന്താണ് ആ പരിഹാര നിർദ്ദേശം എന്ന്. പറഞ്ഞല്ലോ, സർവകക്ഷി യോഗം വിളിക്കണമെന്ന് പറഞ്ഞല്ലോ. പ്രതിപക്ഷത്താണ് ഇരിക്കുന്നതെങ്കിലും ഒരു സ്റ്റാൻഡ് ഉണ്ടാകുമല്ലോ ശ്രീ വസന്ത്, അതുകൊണ്ടാണെങ്കിൽ ഞാൻ പറഞ്ഞത് അക്കാര്യത്തിൽ തർക്കിച്ചിട്ട് കാര്യമില്ല. അതൊരു സ്റ്റാൻഡ് ഇല്ല കോൺഗ്രസിന്. അതിന് കാരണവുമുണ്ട്. ലീഗിന്റെ സ്റ്റാൻഡിനൊപ്പമേ അതിൽ കോൺഗ്രസിന് നിൽക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീ മഞ്ജുഷ്, അവിടെ വന്ന് പ്രസംഗിച്ചു പോയ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിക്കും അവിടെ വരുമെന്ന് പ്രസംഗിച്ച ന്യൂനപക്ഷ കാര്യം കൂടി കൈകാര്യം ചെയ്യുന്ന ജോർജ് കുര്യനും ഒരില എനക്കാൻ പറ്റിയില്ല. പിന്നെയാണോ ഞങ്ങൾ ഭരണത്തിലില്ലാത്ത ഞങ്ങൾക്ക് എന്തെങ്കിലും ഡിസിസീവ് ഫാക്ടർ ആവാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നത്? അതിനുണ്ടല്ലോ, അതിന് ബില്ല് വരട്ടെ, ബില്ലുണ്ടല്ലോ, ബില്ല് നിയമമാകട്ടെ, അന്നേരം കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇവിടെ വഖഫ് ബോർഡാണ്, വഖഫ് ബോർഡിനാണല്ലോ അധികാരം അക്കാര്യത്തിലുള്ളത്. അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഒരു നിലപാടെടുത്ത് തിരുത്തിക്കണം. അക്കാര്യമൊന്നും ഉണ്ടായിട്ടില്ല ശ്രീ വസന്ത് തെങ്ങുംപള്ളി. ആ വിഷയത്തിൽ എന്തായാലും തർക്കിക്കേണ്ട. അക്കാര്യത്തിൽ കോൺഗ്രസിന് നിലപാടില്ല. അത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ഒപ്പമല്ല, സഭാ നേതൃത്വത്തിനൊപ്പമല്ല കോൺഗ്രസിന്റെ നിലപാട് എന്ന കാര്യത്തിൽ സംശയമില്ല.
ഞങ്ങൾ ഒരു സൈഡിലുമല്ല. ഇല്ല, ഒരു സൈഡിലും നിങ്ങൾ രണ്ട് വെള്ളത്തിലും കാലി ഔട്ടാൻ നോക്കി, അതും നടന്നില്ല, അതും പൊളിഞ്ഞു പാളിസായി. ഒരു വള്ളത്തിലും ഞങ്ങൾക്ക് കാലില്ല. ഞങ്ങൾ ഈ രാജ്യത്തെ നിയമം തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഇനി ഒരു കാര്യം കൂടി ആഡ് ചെയ്തോട്ടെ, എന്നിട്ട് അങ്ങ് അടുത്ത ആളിലേക്ക് പോയിക്കോളൂ. ഈ രാജ്യത്ത് യാതൊരു തരത്തിലുള്ള ക്രൈസ്തവ പീഡനം നടക്കുന്നില്ല എന്നാണല്ലോ ശ്രീ ജിജി പറഞ്ഞത്. നോക്കൂ, കഴിഞ്ഞ മാസമാണ് പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 71 ബ്യൂറോക്രാറ്റുകൾ നേരിട്ട് ലെറ്റർ കൊടുക്കുന്നത്. ഈ രാജ്യത്ത് ക്രൈസ്തവ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പീഡനത്തെ പറ്റി വലിയ റിപ്പോർട്ട്. അതിൽ ഒന്നാമൻ ആരാണെന്ന് അറിയാമോ? ഒപ്പിടുന്ന ഒന്നാമൻ SY ഖുറൈഷി ആരാണെന്ന് അറിയാമോ? മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷനാണ്. രണ്ടാമതുള്ള NP സക്സേന പ്ലാനിംഗ് ബോർഡിന്റെ കമ്മീഷനാണ്. അങ്ങനെയുള്ള 78 പേർ ഒപ്പിട്ട് ലെറ്റർ കൊടുക്കുകയാണ്. നോക്കൂ, ക്രിസ്ത്യാനികൾ അടക്കം ഈ രാജ്യത്ത് വലിയ ഭീഷണി നേരിടുന്നു. എന്ത് നിലപാടാണ്, എന്ത് ആർജവത്വമാണ്, എന്ത് നടപടിയാണ് നിങ്ങളുടെ സർക്കാർ സ്വീകരിച്ചത് എന്ന് കൂടി പറഞ്ഞു പോയി. ശരി ശരി ശ്രീ ടോണി ചിറ്റലപ്പള്ളി, ഇതിൽ വസന്ത് പറയുന്ന കാര്യങ്ങളോട് പൂർണ്ണമായും താങ്കൾ യോജിക്കുകയാണോ അൽമായ ഫോറത്തിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക്? ഇന്ത്യയിൽ പലപ്പോഴും കോൺഗ്രസ് ഭരിച്ചപ്പോഴും BJP ഭരിച്ചപ്പോഴും മറ്റുള്ള ഗവൺമെന്റുകൾ ഭരിച്ചപ്പോഴും ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ ആരും ന്യായീകരിക്കേണ്ട. BJPയുടെ കാലത്ത് നടക്കുന്നുണ്ട്, കോൺഗ്രസിന്റെ കാലത്ത് നടന്നിട്ടുണ്ട്. അതൊരു പരമാർത്ഥമാണ്. അത് ആരും കൈ കഴുകേണ്ട. അത് ആരും കോൺഗ്രസും കൈ കഴുകേണ്ട, BJPയും കൈ കഴുകേണ്ട. അതൊരു പരമാർത്ഥമാണ്. ഇനി ഞാനൊരു പോയിന്റിലേക്ക് കേരളത്തിലോട്ട് വരികയാണ്. കേരളത്തിൽ കോൺഗ്രസിന് മുനമ്പം കാര്യത്തിൽ ഒരു നിലപാടുമില്ല. ഒരു നേതാവ് ഒരു കാര്യം പറയും, വേറെ നേതാവ് അടുത്ത കാര്യം പറയും. അത് മഞ്ജുഷ പറഞ്ഞ് കറക്റ്റാണ്. കൃത്യമായിട്ടുള്ള നിലപാട് ഈ മുനമ്പത്ത് കോൺഗ്രസ് എടുക്കാൻ പറ്റിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റിന് ഒരു നിലപാടില്ല. ഏത് പാർട്ടികളുടെ നിലപാടല്ലേ? പിന്നെയും നിലപാടെടുക്കുന്നത് BJP ആണ്. അത് അവരുടെ തന്ത്രമാണ്. അവര് ജനങ്ങളെ, ക്രൈസ്തവരെ കൂടെ പിടിക്കാൻ നോക്കുന്നു. അത് അവരുടെ കഴിവാണ്. ഇവിടെ ഏത് നേതാവാണ് കൃത്യമായിട്ട് മുനമ്പത്ത് ക്രൈസ്തവർക്ക് വേണ്ടി ഒരു നിലപാടെടുത്തിട്ടുള്ളത്? ഇവിടെ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എവിടെയാണ്? ഇന്ന് വരെ അതിന് ആ റിപ്പോർട്ട് പൂർണ്ണമായി പ്രസിദ്ധീകരിക്കാനായിട്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് പറ്റിയിട്ടില്ല. ഇപ്പൊ ശരിയാക്കിയത് അത് പറയും. അതില് വളരെയധികം വലിയൊരു വീഴ്ച ന്യൂനപക്ഷ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇപ്പൊ അടുത്ത കാലത്ത് പറഞ്ഞു ഇതെല്ലാം പരിഹരിക്കാം. എവിടെയാണ് പരിഹാരം? വിഴിഞ്ഞത്ത് പരിഹാരമുണ്ടായോ? മുനമ്പത്ത് പരിഹാരമുണ്ടായോ? അപ്പോൾ നമ്മൾ ആരും കൈ കഴുകണ്ട. എല്ലാ പാർട്ടികളും ഒരു വ്യക്തമായ നിലപാടെടുക്കാൻ കോൺഗ്രസിനെ പറ്റിയിട്ടില്ല. അതിൽ പ്രതിപക്ഷ നല്ല പരാജയം തന്നെയാണ്. എനിക്ക് വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം. ഇവിടെ പാർട്ടി നോക്കേണ്ട ആവശ്യമില്ല. എനിക്കൊരു പാർട്ടിയില്ല. ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്, ഒരു നിലപാട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനും ഇല്ല, കോൺഗ്രസ് ആർക്കും ഇല്ല. പിന്നെയും ഒരു നിലപാടെടുക്കുന്നത് BJP ആണ്. അതിൽ സത്യമുണ്ട്. ഇനി നമ്മൾ പറഞ്ഞല്ലോ വടക്കേ ഇന്ത്യയിലെ ആക്രമണങ്ങൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിരവധി തരത്തിലുള്ള ആക്രമണങ്ങൾ ക്രൈസ്തവർ അവർ അനുഭവിക്കുന്നുണ്ട്. ഈ ക്രിസ്മസ് കാലത്തുണ്ട്. അവിടെ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ആക്രമണങ്ങളിലേക്ക്, ക്രൈസ്തവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് ഞങ്ങൾ ക്രൈസ്തവർ കേന്ദ്ര ഗവൺമെന്റിന്റെ, പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ക്രിസ്തുമസിന് ഞങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ ഞങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുവാനായിട്ട് ഓരോ ഗവൺമെന്റിനും കഴിയണം. അത് കേന്ദ്ര ഗവൺമെന്റിന് കഴിയണം, സംസ്ഥാന ഗവൺമെന്റിന് കഴിയണം. ക്രൈസ്തവർക്ക് എന്താണ് പ്രശ്നങ്ങൾ? ഇവിടെ 10-25 വർഷങ്ങളായിട്ട് ഇതുവരെ ഒരു ക്രൈസ്തവൻ ഇതുവരെ ന്യൂനപക്ഷ മന്ത്രിസ്ഥാനം ഇവിടെ കൈകാര്യം ചെയ്തിട്ടില്ല. ഇവിടെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എല്ലായ്പ്പോഴും ഒരിക്കൽ പോലും ഒരു ക്രൈസ്തവന് ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. എന്താണ് കാരണം? അത് നമ്മൾ ചിന്തിക്കണം. ക്രൈസ്തവർക്ക് കേരളത്തിൽ ഒരു സ്ഥാനവുമില്ല. അഥവാ തന്നെ ഒരു ക്രൈസ്തവ മെമ്പറെ ന്യൂനപക്ഷ കമ്മീഷനിൽ വെച്ചാൽ തന്നെ അതൊരു നിരീശ്വരനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കൊണ്ട് വയ്ക്കും. ഇതാണ് പരമാർത്ഥം. അപ്പോൾ മുനമ്പത്തേക്ക് വരുമ്പോൾ, വിഴിഞ്ഞത്തേക്ക് വരുമ്പോൾ, അതുപോലെ JB കോശി കമ്മീഷൻ കാര്യം പറയുമ്പോൾ ക്രൈസ്തവർ എന്നും പോരാടുകയാണ്. ഈ സത്യം എല്ലാവരും തിരിച്ചറിയണം. ഈ ചർച്ചയിൽ തിരിച്ചറിയണം. ക്രൈസ്തവരെ കൂടെ നിർത്തുവാനായിട്ട്, ക്രൈസ്തവരെ സംരക്ഷിക്കുവാനായിട്ട് മലയോര മേഖലയിൽ ഇപ്പൊ നമുക്കറിയാം കാട്ടാന ആക്രമണങ്ങൾ. ക്രൈസ്തവർ എപ്പോഴും പ്രക്ഷോഭമായിട്ട് പോരാടാനായിട്ട് ഇറങ്ങുകയാണ്. ആ സമയങ്ങളിൽ ഇവിടെ ഭരണമില്ലാത്ത BJP വന്ന് നമ്മളെ സഹായിക്കുന്നു. അതിലെന്താണ് തെറ്റ്? നമ്മളൊരു പാർട്ടിയെയും നമ്മൾ മാറ്റി നിർത്തുന്നില്ല. BJP ഒരിക്കലും മാറ്റി നിർത്തുന്നില്ല. കാരണം കേരളത്തിൽ BJP ഭരണമില്ല. പക്ഷെ അവർ ശ്രമിക്കുന്നുണ്ട്. അതായത് വിശ്വാസികളിൽ ഭൂരിപക്ഷവും ഇപ്പോഴുള്ള ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് എതിരാണ്, കോൺഗ്രസിനെതിരാണ്. അത് തിരിച്ചറിയണം. അതാണ് ഇപ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ തൃശ്ശൂർ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് തൃശ്ശൂർ BJP ജയിച്ചത്? അത് മറ്റുള്ള പാർട്ടികൾ ചിന്തിക്കണം. അതായത് ക്രൈസ്തവരെ കൂടെ നിർത്തുവാനും അവരുടെ പ്രശ്നങ്ങൾ ദൂരീകരിക്കാനുള്ള ശ്രമത്തിൽ ഈ പാർട്ടികൾ പ്രധാനമായിട്ടും പരാജയപ്പെട്ടു. ഇനി പ്രധാനമന്ത്രി മോദിജിയിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹം വളരെയധികം വിജയമുള്ള ഒരു നേതാവാണ്. അത് അദ്ദേഹം നമ്മളെ കേൾക്കും. ഇപ്പൊ ക്രിസ്മസ് കാലത്ത് അദ്ദേഹം നമ്മളെ കേട്ടു.
അദ്ദേഹത്തോട് നമ്മൾ ആശങ്കകൾ പറഞ്ഞു. വസന്ത് പറയുന്ന ഈ കാര്യങ്ങളെ താങ്കൾ അല്ലല്ല ക്രൈസ്തവ സമൂഹത്തിന് ആശങ്കയില്ല എന്ന പോലെയാണ് കാണുന്നത്. വസന്ത് പറഞ്ഞ ഈ മധ്യപ്രദേശിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നതിനുള്ള വിലക്ക്, ഛത്തീസ്ഗഡിലെ ഈ ഹൈന്ദവ സംഘടനകളുടെ ആക്രമണം, ഇതൊന്നും അപ്പോൾ ആശങ്കയുണ്ടാക്കുന്ന ഘടകങ്ങളല്ല എന്നാണോ? ഒരിക്കലും തീർച്ചയായിട്ടും ക്രൈസ്തവർക്ക് ആശങ്കയുണ്ട്. ഇത് നമ്മളൊരു പൊളിറ്റിക്കൽ ഇപ്പോൾ കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ ഇക്കാര്യങ്ങൾ ഊതി വീർപ്പിക്കുന്നുണ്ടോ? വസ്തുതകളല്ലേ പുറത്തു വരുന്നത്? അതിനെക്കുറിച്ചും ക്രൈസ്തവ സംഘടനകൾക്കൊക്കെ ഒരു അറിവുണ്ടാവുമല്ലോ. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ അല്ലേ? അതായത് ഇപ്പോഴും ക്രൈസ്തവർക്കെതിരെ ആക്രമണം ഉണ്ടുള്ളത് എന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. തീർച്ചയായിട്ടും ആക്രമണമുണ്ട്. കോൺഗ്രസിന്റെ കാലത്ത് ആക്രമണം ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ ഹിസ്റ്ററി പരിശോധിക്കുക, ചരിത്രം പരിശോധിക്കുക. എന്താണ് കോൺഗ്രസ് ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഇപ്പോഴും ആക്രമണമുണ്ട്. അങ്ങനെയുള്ള ആക്രമണങ്ങൾക്കെതിരെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ക്രൈസ്തവരുടെ ആശങ്കകൾ പരിഹരിക്കാനായിട്ട് ഗവൺമെന്റ് പറ്റിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ കാര്യത്തിന് വേണ്ടിയിട്ട് ഇത് ഊതി വീർപ്പിക്കുന്ന ഒരു പ്രവണത പ്രത്യേകിച്ച് കേരളത്തിലുണ്ട്. ഇപ്പൊ മണിപ്പൂർ പ്രശ്നങ്ങളിൽ പലതരം പ്രശ്നങ്ങളുണ്ട്, നമുക്കറിയാം. അത് വർഗീയമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഗോത്രമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പറഞ്ഞ് ഇവിടെയുള്ള ജനങ്ങളെ, ക്രൈസ്തവരെ വിലക്കെടുക്കാമെന്ന് ആരും ഒരു പാർട്ടിയും കരുതേണ്ട. കാരണം ഇവിടെ ക്രൈസ്തവരെ ചേർത്ത് നിർത്തുന്ന ഒരു പാർട്ടി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ക്രൈസ്തവരുടെ വോട്ട് ഒരിക്കലും കിട്ടില്ല. അത് കൃത്യമാണ്. അത് തൃശ്ശൂർ നമ്മൾ കണ്ടു. ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്രൈസ്തവർ മുഴുവൻ BJPയുടെ കൂടാണെന്നുള്ള ഒരു കാര്യം നമ്മൾ ആരും വിചാരിക്കേണ്ട. കാരണം BJP ക്രൈസ്തവരെ കൂടെ നിർത്തുകയാണെങ്കിൽ, ക്രൈസ്തവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരികയാണെങ്കിൽ തീർച്ചയായിട്ടും BJPക്ക് വോട്ട് കിട്ടും. ഇനി കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആവട്ടെ, കോൺഗ്രസ് ഗവൺമെന്റ് ആവട്ടെ, ക്രൈസ്തവരെ ചേർത്ത് നിർത്താനും അവരുടെ പ്രശ്നങ്ങൾ, അത് അവരെ ചേർത്ത് നിർത്തി അവരുടെ പ്രശ്നങ്ങൾ ദൂരീകരിക്കാനായിട്ട് അവർക്ക് പറ്റിയെങ്കിൽ ക്രൈസ്തവർക്ക് വോട്ട് ചെയ്യും. ഇവിടെ ക്രൈസ്തവ സഭ ഒരിക്കലും ഇന്ന പാർട്ടിക്ക് നിങ്ങൾ പോയി വോട്ട് ചെയ്യണമെന്ന് ഒരിക്കലും പറയാറില്ല. നമുക്കറിയാം BJPയിലും കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും നിരവധി ക്രൈസ്തവർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാർട്ടിയിലേക്ക് ക്രൈസ്തവ സഭ ഇതാ നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് പാർട്ടികൾക്ക് വ്യക്തമായിട്ടുള്ള നയമുണ്ടാകണം. അവർ ആരുടെ കൂടെ നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ക്രൈസ്തവരെ കൂടെ നിന്നാൽ മതിയോ? അത് പ്രത്യേകിച്ച് പാർട്ടികൾ ചിന്തിക്കണം. തെരഞ്ഞെടുപ്പ് കാലത്ത് അരമനകൾ കയറിയിറങ്ങുന്നു, വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു, പിന്നീട് ഇത് മറക്കുന്നു, പിന്നീട് ക്രൈസ്തവരെ അകറ്റുന്നു. ആ ഒരു പ്രവണത ഒരിക്കലും അത് ശരിക്കും ജിജി ജോസഫ്, ഇത്തവണ എന്തെല്ലാമാണ് പദ്ധതികൾ വന്നിട്ടുള്ളത്? ഇപ്പോൾ കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്തൊക്കെയോ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നാണല്ലോ. അത് പൂർണ്ണമായിട്ടും BJP നേതൃത്വം ഒരു വാർത്താ സമ്മേളനം നടത്തിയോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണ് നാളെ മുതൽ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ഇത്തവണത്തെ ഈ ക്രിസ്മസ് നയതന്ത്രം? അല്ല, ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു വലിയ പദ്ധതി എന്നതില്ല. എല്ലാ തവണയും ചെയ്യുന്നത് പോലെ ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുക, ക്രിസ്മസ് സന്ദേശം, പിന്നെ ക്രിസ്മസ് പരിപാടികൾ നടത്തുക. പണ്ട് ഇത് നടത്തിക്കൊണ്ടിരുന്നത് ന്യൂനപക്ഷ മോർച്ച മാത്രമായിരുന്നു. ഇത് കാലങ്ങളായിട്ട് BJP ന്യൂനപക്ഷ മോർച്ച വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ആ പരിപാടി കുറച്ചുകൂടി വിപുലമാക്കി എല്ലാ മേഖലയിലും പാർട്ടി നേരിട്ട് ഏറ്റെടുത്ത് എല്ലാ വീടുകളിലും സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് ക്രൈസ്തവ ഭവനങ്ങളിൽ ഒരു സ്നേഹത്തിന്റെ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ അത്തരത്തിൽ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം പരിപാടികൾ സംഘടിപ്പിക്കുക, ഒത്തുചേരുക, ആ മേഖലയിലുള്ള ഏതെങ്കിലും ക്രൈസ്തവ വീടുകളിൽ ഒത്തുചേരുക, അവരുമായി സ്നേഹം പങ്കിടുക, കേക്ക് മുറിക്കുക, ഇതൊക്കെ തന്നെ പരിപാടികളാണ്. വളരെ വലിയ ഓർഗനൈസ്ഡ് ആയിട്ട് ഇങ്ങനെ എല്ലാവരും ഇന്ന സ്ഥലത്ത് ഇന്ന സ്വാഗതം, ഇന്ന കൃതജ്ഞത ഇങ്ങനെ പറയുന്ന അങ്ങനെ ഒരു ഇതൊന്നുമല്ല. എല്ലാവരുമായിട്ട് സൗഹൃദം പങ്കിട്ട് ഒരേ നാട്ടുകാർ ഒരുമിച്ച് ചേരുന്ന ഒരു പരിപാടിയാണ്. പിന്നെ എനിക്ക് ഇതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത്, കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് ഇപ്പോ ക്രിസ്തുമസ് ആഘോഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ഒരു ജിയോ ഇറക്കണം എന്നാ പറയുന്നത്. നാളെ ഗണേശോത്സവം ആഘോഷിക്കണം എന്ന് പറഞ്ഞ് ഒരു സ്കൂളിൽ എല്ലാവരും ഗണേശോത്സവം ആഘോഷിക്കണം ജിയോ ഇറക്കാൻ പറ്റുമോ? കേരളത്തിലുണ്ടോ? ഇല്ല. ജിയോ പിൻവലിക്കണം. മധ്യപ്രദേശിലെ ജിയോ പിൻവലിക്കണം. ഞാൻ പറയുന്നത് മധ്യപ്രദേശിലെ നിങ്ങൾ ഇത് പറയുന്ന സമയത്ത് ഒരു സ്ഥലത്തും പ്രത്യേകിച്ച് അങ്ങനത്തെ ജിയോകള് വരുന്നില്ല. പിന്നൊരു പ്രശ്നമുള്ളത്, നിങ്ങൾ മുനമ്പത്തെ ഇഷ്യൂ പറഞ്ഞു നിങ്ങൾ ആരുടെയും ഭാഗത്തല്ല എന്ന് പറയുന്നത്. ഞങ്ങൾ ഇത് വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾക്ക് ഭരണമില്ല എന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്. മുനമ്പത്ത് 12/12/2022 KPM മജീദ് സബ്മിഷൻ ഉന്നയിക്കുമ്പോൾ നിങ്ങളുടെ നേതാക്കന്മാർ എവിടെയായിരുന്നു? നിങ്ങൾ എവിടെയായിരുന്നു? ഇത് മുനമ്പത്തുകാരുടെ സ്ഥലമല്ല,
അവര് കുടിയേറി പാർത്തവരാണ്, കയ്യേറ്റക്കാരാണ്. ആ കയ്യേറ്റക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ട് അവരെ അവിടെ നിന്ന് പുറത്തിറക്കിയിട്ട് വഖഫിന് സ്ഥലം കൊടുക്കണമെന്നും പിന്നീട് ഇപ്പോൾ ഇടതുപക്ഷം കൊടുത്തിരിക്കുന്ന കരം അടയ്ക്കാൻ കൊടുത്തിരിക്കുന്ന താൽക്കാലികമായിട്ടുള്ള പരിപാടി, അതിന് ഇടതുപക്ഷം പറഞ്ഞൊരു വളരെ രസകരമായ കാര്യമുണ്ട്. ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു ഫിസിക്കൽ എക്സസൈസ് മാത്രമാണ്, നികുതി വരുമാനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ചെയ്തതെന്ന് അവസാന നിമിഷം വരെ ഇവരെ ഊറ്റുക, അത് കഴിഞ്ഞ് ഇവരെ ചവിട്ടി പുറത്താക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ നയം. UDF എന്താ ഇതുപോലും അടപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ VD സതീശൻ എവിടെയായിരുന്നു? നിങ്ങളുടെ ആളുകൾ എവിടെയായിരുന്നു? സബ്മിഷൻ ഞാൻ കാണിച്ചു തരാം, ഒന്നും കാണിക്കണ്ട. നിങ്ങൾ സബ്മിഷൻ ഉന്നയിച്ച് നിങ്ങളുടെ KPA മജീദ് മധ്യപ്രദേശ് സർക്കാരിന്റെ ഓർഡർ ആണ് അല്ലേ വസന്ത്? എന്താണത്? നിങ്ങളുടെ മധ്യപ്രദേശ് സർക്കാരിന്റെയാണോ? മധ്യപ്രദേശിലെ ഓർഡറാണ്. ഞാൻ ചോദിക്കും അല്ലെങ്കിൽ ഞാൻ സംസാരിക്കട്ടെ സമ്പത്ത്, ഞാൻ സംസാരിക്കട്ടെ. അതായത് നിങ്ങൾ ഈ വിഷയത്തിൽ വളരെ അല്ലെന്നേ ഒരു സ്ഥലത്തും ഒരു മതപരമായ ആവശ്യങ്ങളും ആഘോഷങ്ങളും ഗവൺമെന്റ് സ്ഥാപനങ്ങളും നടത്തരുന്നത് തന്നെയാണെന്ന് നമ്മുടെ നിലപാട്. ആ നിലപാടിലൊന്നും മാറ്റമില്ലെന്നേ. നിങ്ങൾ ഞാൻ പറയും അതാന്നാ പറയുന്നത്. ഒരു മതപരമായ കാര്യങ്ങളും ഒരു സ്കൂളുകളിലും നടത്തരുന്നതാണ് ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. അതിൽ മാറ്റമൊന്നുമില്ലെന്നേ. പ്രത്യേകിച്ച് ഒരു മതത്തിന്റെ ഒരു പരിപാടി നടത്തണ്ട. സ്കൂളുകൾ അതിനുള്ളതല്ല, മതപരമായ പരിപാടികൾ നടത്താനുള്ളതല്ല സ്കൂളുകൾ. പബ്ലിക് സ്കൂളുകൾ അതിനുള്ളതല്ല, പ്രത്യേകിച്ച് ഗവൺമെന്റ് അതിനുള്ളതല്ല. അതിനുള്ളതല്ലെന്നേ. നിങ്ങളോട് ആരാ പറഞ്ഞത് ഗവൺമെന്റ് സ്കൂളുകളിൽ വിഷു ആഘോഷിക്കും, പിന്നെ നബിദിനെ ആഘോഷിക്കാനും നബിദിന റാലി നടത്താനും ഒക്കെ പറ്റുമോ? ടോണി ചിറ്റലപ്പള്ളി, ഇക്കാര്യത്തിൽ ആശങ്കയില്ലേ? മധ്യപ്രദേശ് സർക്കാരിന്റെ ഈ ഓർഡർ കാണിക്കുന്നുണ്ട് വസന്ത് തെങ്ങുംപള്ളി ഇവിടെ. അല്ല അതിന്റെ അകത്തൊരു പ്രശ്നമുണ്ട്. അതായത് ഒരു കാര്യം പറയട്ടെ. അതായത് മധ്യപ്രദേശിൽ ടോണി ഒന്ന് പറയട്ടെ. മധ്യപ്രദേശിൽ മാത്രമല്ല പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും നമ്മൾ അറിയാതെ തന്നെ പലതരത്തിലുള്ള ആക്രമണം നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2-3 നമുക്കറിയാം വൈദികരെ ആക്രമിക്കുന്നു, അവരെ ജയിലിലിടുന്നു, അവർക്ക് ജാമ്യം കിട്ടുന്നില്ല. നിരവധി കേസുകൾ, നമ്മൾ അറിയാത്ത കേസുകൾ നടക്കുന്നുണ്ട്. അത് ഒരു പരമാർത്ഥമാണ്. അപ്പം നമ്മളത് ഒരു പൊളിറ്റിക്കൽ ഒരു ഇൻഫ്ലുവൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ മാൻഡേറ്റിന് വേണ്ടി നമ്മളത് കൂടുതൽ ഊതി വീർപ്പിക്കുന്ന നല്ലതല്ല. അതായത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ ആ പേരും പറഞ്ഞ് അത് ഊതി വീർപ്പിച്ച് നടക്കുന്ന ഒരു പ്രവണത നല്ലതല്ല ഞാൻ പറയുന്നത്. ശ്രീ ചിറ്റലപ്പള്ളി, ഇത് ഗവൺമെന്റ് ഓർഡറാണ്. മധ്യപ്രദേശ് സർക്കാരിന്റെ അത് തന്നെയാണ് പറയുന്നത്. മതപരമായ വിശ്വാസങ്ങൾ, മതപരമായ ആഘോഷങ്ങൾ ഒരു സ്കൂളിൽ നടത്തണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു സ്കൂളിൽ നടത്തണ്ടെന്നു. തീർച്ചയായിട്ടും മതപരമായ കാര്യങ്ങൾ, വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ, ഇതെല്ലാം പലപ്പോഴും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ തകർക്കപ്പെടുന്നുണ്ട്. അത് സത്യാവസ്ഥയാണ്. അതിലേക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധ, പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ വളരെ അടിയന്തരമായിട്ട് അവിടെ ആ ശ്രദ്ധ വേണം. അവിടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കപ്പെടണം, തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടണം. അങ്ങനെയുള്ള കാര്യങ്ങൾ പരിഹരിക്കപ്പെടണം. അങ്ങനെയുള്ള ആക്രമണങ്ങൾ, അങ്ങനെയുള്ള അവകാശങ്ങൾ ഹരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അത് പരിഹരിക്കപ്പെടണം. അതിന് കേന്ദ്ര ഗവൺമെന്റ് ശക്തമായിട്ടുള്ള നിലപാട് എടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഊതി വീർപ്പിച്ചുകൊണ്ട് അത് ശരിയല്ല, അത് നമുക്ക് പറയാം. പക്ഷെ അതൊരു പൊളിറ്റിക്കൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയല്ല ഞാൻ പറഞ്ഞു. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: കേക്കുമായി BJP, ക്രൈസ്തവർ ഒപ്പം കൂടുമെന്ന് 62% പ്രേക്ഷകർ, ഇല്ല എന്ന് 34%. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.